സോ നിങ്ങളിപ്പോൾ കണ്ടതാണ് അല്ലേ, കേരളത്തിൽ FOF ഉണ്ട്. നമ്മളിപ്പോൾ മലപ്പുറത്തോ അല്ലെ കുറച്ച് അപ്പുറത്തോ കണ്ണൂർ പോയി കഴിഞ്ഞാൽ, കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അവിടെ ULTSൽ ടെക് ഹബ്ബ് നടക്കുന്നുണ്ട്. ഇവൻറ്റ്ഫുള്ളാണ് കേരളം. എല്ലായ്പ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എപ്പോഴും എന്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻ്റ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഡിസൈനേഴ്സിനൊക്കെ എന്തൊക്കെയോ ഭയങ്കര പ്രതീക്ഷകൾ തരുന്ന എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ ചിലപ്പോൾ ഒരുപാട് ഇവൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. കേരളത്തിൽ ട്രെൻഡി ആയിട്ട് ഇപ്പോൾ ഡിസൈനേഴ്സ്, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ കുറേ പേരെടുത്ത് സംസാരിച്ച് കഴിഞ്ഞു. അവരൊക്കെ 2 മാസം 3 മാസം UI UX കോഴ്സ് കഴിഞ്ഞു, അല്ലെ ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ് നേരെ എന്താണ് ഞാനും UX അല്ലെ UI ഡിസൈനറാന്ന് പറഞ്ഞിറങ്ങും. അപ്പോൾ ഡിസൈനർ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ വരാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള ഒരു കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് കൾച്ചർ, സ്റ്റാർട്ടപ്പ് ഇതൊക്കെ ബൂമിങ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് FOF വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്കെയിലപ്പ് വരുന്നു, ഇവൻറ്റുകൾ നടക്കുന്നു, നിങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, നെറ്റ്വർക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ക്ലാസ്സിന് വന്ന ആൾക്കാരാണോ? ആരെങ്കിലും ക്ലാസ്സിന് വന്നവരുണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ ചിലപ്പോൾ എന്താ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, വേറെ ഏതെങ്കിലും ഒരു ഡിസൈനർ, വേറെ ആരെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ല ഒരു UX ഡിസൈനർ, അയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന നല്ലൊരു ഷേക്ക് ഹാൻഡ് ആയിരിക്കും അത്. ചിലപ്പോൾ അയാൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ, വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയല്ലേ? നിങ്ങൾ കുറേ പേരൊക്കെ ആ ഒരു പ്രതീക്ഷയിലല്ലേ FOFൻ്റെ പരിപാടിക്ക് വന്നിട്ടുണ്ടാവുക അല്ലേ? എല്ലാവരും തോന്നും വേണ്ടാത്ത അല്ലേ? ആണ്. നമ്മളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു വികാരമുണ്ട്. എന്താണ്? മലയാളി. നമ്മളൊക്കെ ഒരു മലയാളിയാന്നുള്ളൊരു വികാരമില്ലേ? ഉണ്ടോ? ഇന്ന് ക്ലാസ്സിന് വരുമ്പോൾ ഒരു സാംസങ് എന്നല്ല ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വരുമ്പം അതൊരു മലയാളിയാണ്, എന്ന് എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ച് ആരെങ്കിലും വന്നവരുണ്ടോ? ഒരു മലയാളിയാണല്ലോ അതുകൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ആരെങ്കിലും വന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കുക. ഒരു മലയാളി എന്നുള്ള ധൈര്യത്തിൽ ആരുമില്ലേ? മലയാളീസിനെ എല്ലാവർക്കും പേടിയാണോ? എല്ലാവർക്കും പേടിയാണോ? അപ്പം നിങ്ങളിന്ന് FOFന് വന്നു, ഡിസൈന് UI UXനെ കുറിച്ച് മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങളിനി മെല്ലെ ഇപ്പോൾ കുറച്ച് പേര് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്താണ് എൻ്റെ കരിയർ എന്നുള്ളത് തീരുമാനിക്കാൻ പോകാൻ വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയർ വന്നിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈനർ വന്നിട്ടുണ്ട്, ഫോട്ടോഷോപ്പ് വെറുതെ ഇരുന്ന് പഠിച്ച് ഞാൻ നാളെ മുതൽ ഫോട്ടോഷോപ്പ് ഡിസൈനറാന്ന് പറഞ്ഞ് ഡിസൈനറായി വന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊന്നും UX കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ ജോലി കിട്ടി, നിങ്ങളൊക്കെ ദുബായിലൊക്കെ പോയി ആദ്യമായിട്ട് പോവാണ്. അർബാബ് നിങ്ങൾക്ക് ഒരു ആഫ്രിക്കാരനെ ഒരു മലയാളീനെ പരിചയപ്പെടുത്തി വെക്കാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് മലയാളി വികാരം ഇല്ലെന്ന്. നിങ്ങൾ അവിടെ പോയി അർബാബ് നമുക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തരികയാണ്. അപ്പോൾ ഒരു ആഫ്രിക്കക്കാരൻ ആദ്യം ഷെയ്ക്ക് ഹാൻഡ് തന്നു, ഇപ്പുറത്ത് ഒരുത്തും വന്നിട്ട് ഞാൻ മലയാളിയാന്ന് പറഞ്ഞൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു, പേര് എന്തെങ്കിലും മജീദോ സുബൈറോ എന്തെങ്കിലും പറഞ്ഞു. നിങ്ങൾ ആഫ്രിക്കക്കാരന് കൊടുക്കുന്ന ഷെയ്ക്ക് ഹാൻഡും ഇപ്പുറത്തെ ഷെയ്ക്ക് ഹാൻഡും മാറ്റം ഉണ്ടാവോ? ആദ്യമായിട്ട് ദുബായി പോയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്, മാറ്റം ഉണ്ടാവോ? എന്താ അപ്പോൾ ഒരു മാറ്റം വന്നേ? ഇവിടെ നിങ്ങൾക്കില്ലാത്ത മാറ്റം അവിടെ എത്തിയപ്പോൾ എങ്ങനെ വന്ന്? കാരണം നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്ന എന്തോ ഒരു വികാരമുണ്ട്, ഒരു ഇമോഷൻ ഉണ്ട്. എന്താണ് ഇമോഷൻ? ആസ് എ മലയാളി നമുക്കെല്ലാം ഒരു വികാരമുണ്ട്. ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മളെ സഹായിക്കാൻ ഒരു മലയാളി ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യമുണ്ട്. ഉണ്ടോ? എല്ലാവരും നമ്മളെ കളിയാക്കി പറയുന്ന, നോർത്തിൽ പോയി കഴിഞ്ഞാലും ശരി, ദുബായിൽ പോയി കഴിഞ്ഞാലും ശരി, ആഫ്രിക്ക പോയി കഴിഞ്ഞാലും ശരി, ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ വരെ അവിടെ എന്തുണ്ട്, ഒരു മലയാളി ഉണ്ടാവും. അവിടെ ഒരു ചന്ദ്രേട്ടൻ്റെ ചായക്കട ഉണ്ടാവും. അവിടെ നമ്മൾ പഴംപൊരി കുടിച്ചിരുന്ന് സംസാരിക്കുന്നുള്ള ഒരു ധൈര്യത്തിലല്ലേ നമ്മളൊക്കെ നിൽക്കുന്നത്? ആണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി വികാരം നിങ്ങൾക്ക് പോയോ? ഇല്ല. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഒരു മലയാളി എന്നുള്ള നിലക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇമോഷൻ ഞാനിപ്പോൾ നിങ്ങൾ വരുമ്പോഴൊക്കെ പ്രസന്റേഷൻ കാണാം, ഇമോഷൻ അല്ലേ? എന്താ ഇമോഷൻ? ഇപ്പോ സ്ക്രീനിൽ എല്ലാം പോയി, എന്തോ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ നടക്കേണ്ട ഒരു മാറ്റത്തിന്റെ പേരാണ് ഇമോഷൻ. അത് നല്ലതും ആകാം, മോശമാകാം. വേറെ എന്തോ ഒരു എക്സ്പീരിയൻസ് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെ അത് ചിലപ്പോൾ ഹാപ്പി ആക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ അത് സ്ട്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇമോഷൻ എന്ന് പറയുന്നത്. ഞാനത് റിയാക്ട് ചെയ്യുന്നതിന് നമ്മൾ ഫീലിംഗ് എന്ന് പറയും അല്ല? നിങ്ങളൊക്കെ വരുമ്പോഴൊക്കെ കണ്ടു മോഷൻ ഫോർ ഇമോഷൻ. ഇതെന്തപ്പം ഇത് അല്ലേ? ഞാനും ഡിസൈനുമായിട്ട് എന്താണ് ഇപ്പോൾ ഈ ഇമോഷൻ കണക്ഷൻ? ഇതാണ് എല്ലാവർക്കും ചിലപ്പോഴൊക്കെ കുറച്ച് പേരൊക്കെ എന്താ ഇമോഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് കണക്ട് ആവുന്ന ഒരു ഇമോഷൻ എന്താ? വേറെ ആളോട് തോന്നുന്ന ഫെബ്രുവരി 14 ഈ ഒരു ഇമോഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ എന്തോ ഒരു ഇമോഷൻ, എന്തോ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ നടക്കേണ്ട ഒരു ചേഞ്ച്, ആ ചേഞ്ചാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. ഓക്കെ. അപ്പം നമ്മളൊരാളെ ഗൾഫിലേക്ക് യാത്രയാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കൂട്ടാൻ പോവാണ്.
എല്ലാവരുടെ മനസ്സിൽ പല വിചാരങ്ങളായിരിക്കും അല്ലേ, പല ഇമോഷൻസ് ആയിരിക്കും. നമ്മൾ ഉപ്പ ഗൾഫിൽ പോകുന്നത് ഉപ്പ വരുന്നത് ഒരേ വികാരമാണോ? ഇതെല്ലാം നടക്കുന്ന എവിടുന്ന? ഇതെല്ലാം നടക്കുന്ന ഒരു എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? കണക്ട് ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചേഞ്ച്, എന്തെങ്കിലും ഒരു മാറ്റം, ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു മാറ്റത്തെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് നമ്മുടെ മൈൻഡിനെ എത്രത്തോളം നമ്മൾ റിയാക്ട് ചെയ്യുന്നു, ഇതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇത് നല്ലതും ആകാം മോശമാകാം. വാർഡിലായാൽ അത്രയും സന്തോഷം. ദുബായി പോയിട്ട് ഒരുത്തിന് കോഴിക്കോട് അല്ലേ, ഇപ്പൊ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് 2 മലയാളീസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? കോഴിക്കോടുകാരനെ കൂട്ടിയിട്ട് വൈകുന്നേരം ഒരു സ്പെഷ്യൽ പഴംപൊരി ചായം കുടിക്കാൻ പോവോ? എന്തുകൊണ്ടാ? നമുക്കൊരു മലയാളി എന്നുള്ള ഇമോഷൻ അവിടെ ഉണ്ട്. നമുക്ക് അയാൾ നമുക്ക് തരാൻ പോകുന്ന, ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആഫ്രിക്കക്കാരനായിരിക്കും നമുക്ക് ഗുണത്തിനുണ്ടാവുക. ആ മലയാളി 3 ദിവസം കഴിഞ്ഞ് നമ്മളെ പഠിച്ചിട്ട് പോകും. നമ്മളൊന്ന് കടം വാങ്ങി അവൻ നാട്ടിൽ പോവും ഇല്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളി നമുക്ക് തരുന്ന ഒരു ഇമോഷൻ ഉണ്ട്, നമുക്ക് പരിചയമുള്ളവർ തരുന്ന ഒരു ഇമോഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ അച്ഛൻ തരുന്ന ഒരു ഇമോഷൻ ഉണ്ട്, അമ്മ തരുന്ന ഇമോഷൻ ഉണ്ട്, മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷൻ ഉണ്ട്, അവർക്ക് കിട്ടുന്ന ഇമോഷൻ ഉണ്ട്. ഇതാണ് ടോട്ടാലിറ്റി. നമ്മൾ ഈ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ ആ ഒരു എക്സ്പീരിയൻസ് വരുത്തുന്ന ചേഞ്ച് മൈൻഡിലാണ്. അത് ഫീൽ ആയിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല, അത് മൈൻഡിൻ്റെ അകത്ത് അവിടെ കിടക്കാണ്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്ക്, നാട്ടിലെവിടെയാണ്? ഉറക്കെ ചോദിക്കണം. ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് നാട്ടിലെവിടെയാന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഓടിക്കുമെന്ന് പറയും. എന്താ കാര്യം? നിങ്ങൾ എന്നെ കണ്ടതാണ്. ഇന്നലെ എൻ്റെ നാട്ടിൽ ഹർത്താലായിരുന്നു, 2 ദിവസം മുമ്പ് അവിടെ ഹർത്താലായിരുന്നു, കഴിഞ്ഞ ആഴ്ചയും അവിടെ ഹർത്താലായിരുന്നു. കടുവ, കാട്ടുമൃഗം, ആന, പാമ്പ് എന്ന് വേണ്ട. നിങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് എന്തിനാ പോവാ? കാട് കാണാൻ പോവാ. ആ കാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ? നിങ്ങൾക്കൊക്കെ കാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ വയനാട്ട് വന്നു. എന്താ ഇത്? തിരുനെല്ലിക്കാടിലൂടെ ഞങ്ങളൊരു ട്രക്കിങ് നടത്തിയെന്നാണ്. ഞങ്ങൾക്കത് ഡെയിലി ട്രക്കിംഗ് ആണോ? അല്ല, ഞങ്ങൾക്ക് ഡെയിലി പേടിയാണ്. തോക്കുണ്ട്, മിലിറ്ററി ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സർക്കാരുണ്ട്. പക്ഷെ എന്താണ്? പേടിയല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വയനാട്ട് കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യം ഉണ്ടോ? അപ്പൊ നമ്മുടെ ആദ്യ മനുഷ്യർ എന്താ ചെയ്തേ? പണ്ടും ആദ്യ മനുഷ്യരുണ്ടായിരുന്നില്ലേ? അവരെന്താ ചെയ്തേ? അവർ കാട്ടിലൂടെ ഓരോ സ്റ്റെപ്പും പേടിച്ച് വേണ്ട നടക്കാൻ. മീൻ പിടിക്കാൻ പോണ്ടേ? അവർക്ക് ഭക്ഷണം ഇന്നത്തെ പോലെ കൊറിയറിൽ സൊമാറ്റോ ഡെലിവറിയോ ഇല്ല. അവർക്ക് മീൻ പിടിക്കാൻ പോകണം. മീൻ പിടിക്കാൻ വേണ്ടി പുഴക്കരയിൽ ഇരിക്കുമ്പോഴായിരിക്കും എന്ത്? തൊട്ടപ്പുറത്ത് ഇല്ലിക്കാട്ടിലൊരു ചെറിയ അനക്കം അല്ലേ? പേടിച്ച് നിന്ന ആദ്യ മനുഷ്യൻ എങ്ങനെയായിരിക്കും അവർ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക? ഈ കാട്ടിനും ഈ ആനനും പുലിനൊക്കെ കണ്ടിട്ട് എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ ചോദിക്കുമ്പോ കൈ പൊക്കിയാലും മയക്കം കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം, ബാക്കിയുള്ളവർ കേൾക്കണമെന്ന് വെച്ചിട്ടാണ്. അവര് ശബ്ദം ഉണ്ടാക്കും, ഇങ്ങനെ മൃഗങ്ങളൊക്കെ വരുമ്പോ അവരെ ഇമോഷണലി പേടിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവണം. കടുവ വരുമ്പോ നമ്മൾ ശബ്ദം ഉണ്ടാക്കും. നമ്മൾ കൈയടിച്ച കടുവ പേടിക്കോ? ആന പേടിക്കോ? ഓട്ടൊരു പന്നി പേടിക്കോ? ഇല്ല. നമ്മൾ കൈയടിച്ചാൽ ഒച്ച ഉണ്ടാക്കിയാൽ അതിന്റെ നേരെ കുതിക്കുന്ന മൃഗങ്ങളാ തികച്ചും. അപ്പൊ നമുക്ക് അവിടെ സ്പെഷ്യൽ എന്തേലും ഒരു ക്വാളിറ്റി വേണം. ആയുധോ കുന്തുണ്ട് നമ്മുടെ കയ്യിൽ. ഒരു കുന്തം തന്നെ നിങ്ങളെ കാട്ടിലിട്ടാ നടക്കുമോ? മനുഷ്യന്മാര് നമ്മുടെ സൗണ്ടിനേക്കാളും വലിയ സൗണ്ട് സിംഹം ഉണ്ടാക്കില്ലേ? ട്രംപൊക്കെ ആയിട്ട്. ഇയാളുടെ കയ്യിൽ ഇപ്പം എന്തുള്ള? ഒരു കുന്തമുള്ള. കുന്തം കൊണ്ട് പറ്റുമോ കടുവനെ ആക്രമിക്കാൻ? ഇല്ല. അയാള് ആ അയാൾ കാട്ടിൽ നിൽക്കുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ ചെറിയ അനക്കം അയാൾ കേട്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ചെറിയ അനക്കായിരിക്കും. ചെറിയ അനക്കം കേട്ട് കഴിഞ്ഞാൽ അയാൾ ഫുള്ളി മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും അയാൾക്ക്. നമ്മളെ പോലെയുള്ള ആൾക്കാരല്ല. അവര് മൈൻഡ്ഫുൾനെസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മളെക്കാളും നമുക്ക് ഇന്നില്ലാത്ത, നമ്മൾ നടക്കുമ്പോൾ എങ്ങനെയാ നിൽക്കുക? നമ്മൾ മൊബൈലിൽ നോക്കിയിട്ടാണ് നടക്കുക. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നമ്മളെക്കുറിച്ച് അറിയുന്നില്ല, നമ്മൾ ബോധേടല്ല. വേറൊരാൾ വന്നിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്, ഇതേ ചാലിലൊരു കുഴിയുണ്ട്, ശ്രദ്ധിക്കുക എന്നുള്ളത്. അല്ലേ? നമ്മൾ മൈൻഡ്ഫുൾനെസ് ആണോ? അല്ല. നമുക്കിന്ന് മിസ്സായ ഒരു ക്വാളിറ്റിയാണ് എന്ത്? പെരിഫറൽ വിഷൻ എന്ന് പറയും. എന്താ പെരിഫറൽ വിഷൻ? സയൻസ് ക്ലാസ് അല്ല. ആസ് എ ഡിസൈനർ നിങ്ങൾ കുറച്ച് സയൻസ് ഫിസിക്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് നിങ്ങൾക്ക് ഡേ ടു ഡേ ആവശ്യമുള്ളതാണ്. ഇപ്പൊ പെരിഫറൽ വിഷൻ എന്താണ് എന്നുള്ളതാണ്. എന്താ പെരിഫറൽ വിഷൻ? ആർക്കെങ്കിലും അറിയോ? കൈവെക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൈവെക്കുക. എന്താ പെരിഫറൽ വിഷൻ? നമ്മൾ നേരെ കാണുന്ന നമ്മുടെ വ്യൂ അല്ലാതെ നമ്മൾ നേരെ നോക്കി ഒരു പോയിന്റിൽ നോക്കുമ്പോൾ നമ്മുടെ 2 സൈഡിൽ നമ്മൾ അറിയാതെ നമ്മളെ ബ്ലർ ചെയ്യിക്കുന്ന ഒരു വ്യൂ ഉണ്ട്.
ഈ ഒരു ഇവിടെ നിൽക്കുന്ന ആളെയും ഇവിടെ നിൽക്കുന്ന ആളെയും മൈൻഡ് നമ്മളെ കുറച്ച് നേരത്തേക്ക് ബ്ലർ ചെയ്യും, അണ്ടിൽ അൺലെസ് അയാൾ എന്തെങ്കിലും ഒരു മോശം ഉണ്ടാക്കുന്നത് വരെ. ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. നിങ്ങളെല്ലാവരും എന്നെ നോക്കുക, ഒരു മിനിറ്റ് അപ്പുറം ഇപ്പുറം ആളുടെ മുഖം ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക, എന്നെ തന്നെ നോക്കുക. മാത്രമേ അവിടെ ഒരു മോഷൻ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് അത് നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ വിഷനെ ബ്ലർ ചെയ്ത് കളയും. കാരണം നമ്മുടെ മൈൻഡിനത് അന്നേരം ആവശ്യമില്ല. ഇയാൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇയാളുടെ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. ഇയാൾക്ക് അറിയണം ഏത് സൈഡിലാണ് മൃഗം ഉള്ളത്. അയാൾ ആ പോയിന്റിൽ നിന്ന് പെറിഫറൽ വിഷനിലൂടെ നോക്കിക്കഴിയുമ്പോൾ അവിടെ ഒരു ചലനം കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലായി എൻ്റെ റൈറ്റ് സൈഡിൽ എന്തോ ഒരു അപകടം ഇരിക്കുന്നു. നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യണം? വലതുവശത്താണെങ്കിൽ അയാൾ ഇടതുവശത്തൊക്കെ ഓടും. ഓടാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നു. അന്നും ഇന്നും നമുക്കൊക്കെ ഓടാനുള്ള കഴിവുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടും, അല്ലേ? ഈ പെറിഫറൽ വിഷൻ എന്തിനാ ഞാനിവിടെ പറഞ്ഞത്? പെറിഫറൽ വിഷനകത്ത് എന്താണ് അയാളെ ഡിറ്റക്ട് ചെയ്തത്, അയാൾ എങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്തത്? അവിടെ മോശം വന്നതുകൊണ്ടാണ്. ഈ മോഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെറിഫറൽ വിഷനെ കുറിച്ച് പറഞ്ഞത്. ഈ മോഷൻ ഇന്നും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അത് ഉപകാരപ്പെടുന്നുണ്ട്. കുറെ പേര് അത് യൂസ് ആക്കിയിട്ടുണ്ട്. ആരൊക്കെ ആയിരിക്കും? ഫുട്ബോൾ കളിക്കാർ ഓടുമ്പോൾ അവരെ മുമ്പിൽ എന്താണ്? ബോളാണ്. പക്ഷെ അവരെന്ത് ചെയ്യണം? ബോൾ കൊണ്ട് ഓടുമ്പോൾ അപ്പുറത്തുനിന്നും ഇടതുവശത്തുനിന്നും വലതുവശത്തുനിന്നും ഒപ്പോണൻസ് വരുന്നുണ്ടോ നോക്കണ്ടേ? അതിനനുസരിച്ച് ഓടിയെങ്കിൽ മാത്രമേ അവിടെ ഡിറക്ഷൻ വരുന്നുണ്ടെങ്കിലാണ് അയാൾ എന്ത് ചെയ്യുക? വെട്ടിക്കുക. സെയിം നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരെ കാർ ഓടിക്കായിരിക്കും, പെട്ടെന്ന് നമ്മുടെ വലതുവശത്തോ ഇടതുവശത്തോ വരുന്നൊരു വണ്ടി നമ്മളെ മോഷൻ ഡിറ്റക്റ്റ് ആയാൽ നമ്മൾ അലേർട്ടാവും. മിലിറ്ററിയിൽ കാഡറ്റ്സ് മാർച്ച് പാസ്റ്റ് നടത്തുമ്പോഴും സെയിം ആണ്. അവരും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ ആള് പാസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുക. സോ നമ്മൾ ഇപ്പോഴും ആ പെറിഫറൽ വിഷൻ നമ്മളെ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് മോഷൻ? വാട്ട് ഈസ് മോഷൻ? ഇമോഷനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അല്ലേ? ഒരാൾക്ക് ഉണ്ടാവുന്ന ഇമോഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താ മോഷൻ? അപ്പൊ എന്താ മോഷൻ? ഹൃദയ തുടിപ്പുണ്ടെങ്കിൽ മാത്രമാണ് എന്തുള്ളൂ നമുക്കൊരു ജീവൻ. നമുക്കൊരാൾ ബൈക്കിൽ എഴുതി പോവാണ്, അയാളൊരു ഇതുപോലെ നമ്മൾ ബൈക്കിൽ പോവോ? ധൈര്യം ഉണ്ടോ? എന്തുകൊണ്ടാ? അയാളുടെ മോഷൻ അവിടെ സ്റ്റോപ്പായി. അയാളുടെ ഹൃദയത്തിന് ചെറിയൊരു തുടിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആളെ ബൈക്കിൽ വെച്ചിട്ട് പോകാൻ നമുക്ക് കുഴപ്പമില്ല. ഇനി രാത്രി ഒരു 12 മണിക്കാണ് പോകുന്നതെന്ന് കൂട്ടിക്കോ, ഇയാളുടെ ചലനം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അലേർട്ടായോ? മാറിയോ? നമ്മുടെ ഇമോഷൻ മാറിയോ? അപ്പൊ ഇമോഷൻ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? നമുക്ക് അയാളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടോ? ബാക്കിലുള്ള ആളുടെ അടുത്ത് ഇമോഷൻ മാറിയോ? മാറി. എന്താ? നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന ഇമോഷനായിരിക്കും. ഒരു തുടിപ്പ് അയാൾ ഇതിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അയാളെയും കൊണ്ട് രാത്രിയോ പകലോ നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. സോ വെൽക്കം ടു മോഷൻ ഫോർ ഇമോഷൻ ഇൻ UX. നമുക്കൊനി ആസ് എ മലയാളി നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇമോഷണലി കണക്ട് ആവാനുണ്ട്. നെറ്റ്വർക്കിന് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒന്ന് എണീച്ച് നിന്നിട്ട് കൂടെ വന്നവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷഫിൾ ചെയ്തിരിക്കും പ്ലീസ്. ഒന്ന് എണീച്ച് നിൽക്കുക. പരിചയമുള്ളവരുടെ തിരിക്കണ്ട, ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മാറി. തൊട്ടപ്പുറത്തിരുന്നവനടുത്ത് കൈ കൊടുത്തിട്ട് നാട്ടിലെവിടെയാണെന്നൊന്ന് ചോദിച്ചേ. നിങ്ങൾക്ക് മലയാളീസ് കണക്ഷൻ ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞ? മലയാളീസ് എന്നുള്ളൊരു ഇമോഷൻ ഇല്ലെന്നാ പറഞ്ഞു. സമയം വേണോ? കഴിഞ്ഞിട്ടില്ല. കുറെ പേര് ഇപ്പോഴും എൻ്റെ നാട്ടില്, എൻ്റെ വാർഡില്, എൻ്റെ മഹലിൽ എത്തിയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ എനിക്ക് തൃപ്തിയാവുള്ളൂ. ഒരു മലയാളി വികാരം അവിടെ കത്തിട്ടില്ല, വന്നിട്ടില്ല. ആർക്കെങ്കിലും സ്വന്തം നാട്ടിലുള്ള ആരെ കിട്ടിയോ? പുതിയ ആളെ കിട്ടിയോ? ഒരാൾക്ക് കിട്ടി. വേറെ ആർക്കും കിട്ടിയോ? ബോംബെക്കാർക്ക് ആരും കിട്ടിയില്ല. നാട്ടിൽ കിട്ടി, കണക്റ്റായി. എന്തിനാ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞതെന്നറിയോ? നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും, ഞാൻ എന്നെ പരിചയപ്പെടുത്തി എങ്കിലും ഞാൻ ഇവിടെ അങ്ങാടി പുറത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പനി. ഞാൻ ഡിസൈൻ പഠിച്ചിറങ്ങിയിട്ട് കോളേജിൽ സ്കൂള് ഹയർ സെക്കൻഡറി +2 കഴിഞ്ഞിറങ്ങി ഞാൻ മാഗസിൻ ഡിസൈന്, പോസ്റ്റർ ഡിസൈന്, വെബ് ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങാടി പുറത്തൊരു കമ്പനിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. 2 മാസം നിന്നിട്ടുള്ളൂ. എന്തായിരിക്കും? നിങ്ങൾക്കെല്ലാം ഉണ്ടോ പ്രശ്നമാവും? എന്തായിരിക്കും 2 മാസം എന്നുള്ളൂ? എന്താ കുഴപ്പം? ഡുംപിടി കുറവായിരുന്നു. 1500 രൂപയായിരുന്നു മാസ ശമ്പളം. അത് കാരണം 2 മാസം നിന്നുള്ളൂ. പക്ഷെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഡെയിലി വിളിക്കാനുള്ള 2 ഫ്രണ്ട്സിനെ തന്നത്, ഒരു കണക്ഷൻ തന്നത്, എനിക്ക് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നത് ആരാണ്? ഈ അങ്ങാടിപ്പുറം ഗ്രാമം. അങ്ങാടിപ്പുറം ഗ്രാമം എന്നല്ല, ഇന്ന് വലിയ ടൗണാണ്. അന്ന് ടൗണ് കുറവൊന്നുമില്ല. എന്നാലും അങ്ങാടിപ്പുറം
ഞാൻ തിരിച്ച് അങ്ങാടിപ്പുറത്ത് ഒരു പ്രോഗ്രാമിന് വരണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണവും ഞാൻ അവിടെ നിന്നാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങാടിപ്പുറത്ത് ഒരു കമ്പനിയിലായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട 2 ഡിസൈനേഴ്സ്, 2 ഡെവലപ്പേഴ്സ് ഡെയിലി വിളിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് വരെ കംപ്ലൈൻറ്റ് പറയുന്ന സാധനമാണ്. ഡെയിലി വിളിച്ച് സംസാരിക്കും. കാരണം എന്താ, നമുക്ക് അന്ന് തന്ന ഒരു നെറ്റ്വർക്ക്, ആ ഒരു കണക്ഷനാണ് എന്നെ സാംസങ്ങിലെത്താനും അല്ലെങ്കിൽ അവരെവിടെയൊക്കെ പോയാലും എനിക്ക് വീണ്ടും വീണ്ടും അവരെ ഫോളോ ചെയ്യാനും അവരുടെ അപ്ഡേറ്റ് എടുക്കാനും എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ്. വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? എല്ലാവരും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യോ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിനെ പൂട്ടാനുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഫേസ്ബുക്കിനെ പൂട്ടാനുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ബൈജൂസിനെ വരെ പൊട്ടിക്കാനുള്ള ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ കേരളത്തിൽ ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരള ഈസ് ഇറ്റ്സെൽഫ് എ നാച്ചുറൽ ഇൻക്യുബേറ്ററാണ്. ഓരോ കമ്പനികളെയും വളർത്താനും തളർത്താനും ഏതുയരത്തിൽ വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റിയ ഒരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്കിങ്ങിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ സ്കെയിലപ്പ് നോക്കിയാൽ മനസ്സിലാവും. സ്കെയിലപ്പിൽ ചുമ്മാ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും, അവരാരും വർക്ക് ചെയ്യുന്നത് 100 രൂപ കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് നെറ്റ്വർക്കിങ് അവരുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പുറകിലാണ്. അവരെ എന്നെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഈ പ്രസൻറ്റേഷൻ ഡിസൈനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പലരും ഡിസൈനേഴ്സ് അല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഡിസൈനേഴ്സ് ഒന്നും അല്ല, ഞാൻ ഡിസൈൻ ആദ്യമായിട്ട് കേൾക്കാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടോ ഒന്ന് കേൾക്കും. ഞാനെന്തിനാ ഇവിടെ പോയിരുന്നെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. മാക്കിന്റെ ഫൗണ്ടർ ആരാ? മാക്ക്, ആപ്പിൾ സ്റ്റീവ് ജോബ്സ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ വിഷയം ടെക്കായിരുന്നു. യാതൊരു താല്പര്യമില്ല ഡിസൈനിൽ, ടെക്ക് ബേസ്ഡ് പ്രോഗ്രാം ചെയ്യാന്നുള്ളതായിരുന്നു. പുള്ളി വെറുതെ കോളേജിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഡിസൈൻ ഇവന്റ് നടക്കാണ്. ആ ഡിസൈൻ ലെവലിൽ പറയുന്നത് ഫോണ്ടാണ്. അയാൾക്ക് യാതൊരു താല്പര്യമില്ല ഫോണ്ടിനെ കുറിച്ച് പഠിക്കാനും. വെറുതെ പോയിരുന്നു, 2 മണിക്കൂർ സമയം പോയി. ആ ഫോണ്ടിന്റെ ഡിസൈനിന്റെ ക്ലാസ് അയാളെ 10 വർഷത്തിന് ശേഷം മാക്ക് അല്ലെങ്കിൽ ആപ്പിളിന്റെ പുതിയ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ നേരത്ത് ഫോണ്ട് ഡിസൈൻ ചെയ്യാൻ അയാൾ ഈ ഫോണ്ട് ഡിസൈൻ ടീമിന്റെ കൂടെ ഇരുന്നിട്ട് അത് ഇങ്ങനെ വേണമെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ അയാൾക്ക് എന്ത് കിട്ടി? ആ പാസ് ചെയ്തു പോയ അരമണിക്കൂർ സമയം അയാൾക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് എന്തായത്, അത് യൂസ് ആയത്. പിന്നെ മാക്കിന്റെ അന്ന് മുതൽ ഇന്ന് വരെ അതേ ഫോണ്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു ചേഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുത്താന്നല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നിട്ടില്ല. മൈക്രോസോഫ്റ്റ് പോലും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആപ്പിളിന്റെ ഫോണ്ടിനെ ഫോളോ ചെയ്തിട്ടാണ് അവർ പോലും സിസ്റ്റത്തിൽ റിവ്യൂവിൽ, കാരണം ഇന്നത്തെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒന്നും അല്ലല്ലോ, നല്ലൊരു ഡിസ്പ്ലേ വേണം അല്ലെങ്കിൽ അതിന് നല്ലൊരു ഫോണ്ട് വേണമെന്ന് തീരുമാനിക്കാൻ അയാൾക്ക് പ്രചോദനമായത് അയാൾ ആ പാസ് ചെയ്ത അരമണിക്കൂറോ അല്ലെ 1 മണിക്കൂറോ ആയിരിക്കും. അതുപോലെ ഡിസൈനേഴ്സ് അല്ലാത്തവർക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു വർക്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് കണക്റ്റ് ആവും, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? 2 പോയിന്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസൈൻ ഉണ്ട്. രണ്ടാമത്തത് മോഷൻ ഡിസൈൻ ഉണ്ട്. ഇതിനകത്ത് ഇമോഷണൽ ഡിസൈൻ നമ്മൾ ഓൾറെഡി ചുമ്മാ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇമോഷൻ എന്നുള്ളത്, മോഷൻ എന്താണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇമോഷനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇമോഷൻ ക്യാൻ ഹേർട്ട് ഓർ ഡിലൈറ്റ്. നമുക്കത് ചിലപ്പോൾ സന്തോഷം തരും, ചിലപ്പോൾ നമുക്കത് സങ്കടം തരും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എയർപോർട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സന്തോഷം തരും, സങ്കടം തരും. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് നമ്മളൊക്കെ ഡിസൈനറായിട്ട് എവിടെയെങ്കിലും ദുബായിലൊക്കെ പോയി കുറച്ച് പൈസയൊക്കെ ആയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ബെൻസ് കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു സീന് നമ്മളൊക്കെ മനസ്സിലൊരു ആഗ്രഹമായിട്ടുണ്ടാവും. അത് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്, അല്ലേ? നമ്മളൊക്കെ ഗൾഫിൽ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പെട്ടി നിറച്ചും ചോക്ലേറ്റും ആയിട്ട് വന്ന് നാട്ടിലുള്ള മാമൻ്റെ മോനെ കാണാൻ പോകുന്ന ഒരു ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ആ മാമൻ്റെ മോൻ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ചോക്ലേറ്റൊക്കെ വാങ്ങി പെട്ടിയിൽ വെച്ചിട്ടുണ്ടാവുക. അവിടെ എത്തി ഇത് കൊടുക്കാൻ നേരത്തെ അവൻ എന്തായിരിക്കും, അവൻ പുതിയ പയ്യനാണ്, ജന്നാൽഫയാണ്, സോഫയിൽ ഇരുന്നിട്ട് കാർട്ടൂൺ കാണാം, വലിയ മൈൻഡൊന്നും ഉണ്ടാവും. നമുക്ക് ഇമോഷൻ അവിടെ ഹർട്ടായോ? നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു? കാര്യമായിട്ട് ഇവൻ ഓടി കയ്യും പൊക്കി വരുന്നായിരുന്നില്ല പ്രതീക്ഷ, വന്നോ? അവിടെ നമ്മുടെ ഇമോഷൻ അവിടെ ഹർട്ടായി. ഇതേപോലെ നമ്മളൊരു 10K മാരത്തോൺ ഓടുകയാണ്. കോട്ടക്കല്ല് കഴിഞ്ഞ ആഴ്ച ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ 10 കിലോമീറ്റർ 10K മാരത്തോൺ ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഒരു 100 മീറ്ററും കൂടിയേ ഉള്ളൂ. 100 മീറ്റർ ഓടിയാൽ നമ്മുടെ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് 10K മാരത്തോൺ ഓടുക. നാളെ ഇൻസ്റ്റാഗ്രാം റീല്
പിന്നെ സ്റ്റാറ്റസ്, ഞാൻ അവിടെ എത്താൻ നേരത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, സുബൈർ മജീദൊക്കെ എല്ലാവരും ഉണ്ടാവും അവിടെ, എന്നെയും പ്രതീക്ഷിച്ചിട്ട് എന്നെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഓടി അവിടെ എത്തുമ്പോൾ അവർ പറയുകയാണെന്ത്, അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് ആ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്, പോയിട്ട് എടുത്തോ. നമ്മൾ അതും പിടിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു മൊമെൻ്റ് ആലോചിച്ച് നോക്കുക. എന്താ നമ്മൾ പ്രതീക്ഷിച്ചത്, എന്താ നമുക്ക് കിട്ടിയത്? ഇമോഷണൽ അട്ടായോ? സെയിം സാധനങ്ങൾ നമ്മൾ പലപ്പോഴായിട്ടും സെയിം എക്സ്പീരിയൻസ് നമ്മൾ പോലും അറിയാതെ നമുക്ക് ഡെയിലി നമ്മൾ കടന്നു പോകുന്നുണ്ട് ഇല്ലേ? നമ്മൾ ചിലപ്പോൾ തിരക്കിട്ടായിരിക്കും റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നത്, നെക്സ്റ്റ് അടിക്കും, എന്താ സംഭവിക്കുക? ഒന്നും നടക്കില്ല, ബട്ടൺ അവിടെ ചത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ മോഷൻ അവിടെ പോയി, നമ്മുടെ ഇമോഷൻ ഹർട്ടായി, മൊത്തം സീനായി ഇല്ലേ? ഇതേ സാധനമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു വലിയൊരു ജേണി കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ആ ജേണി കഴിഞ്ഞ് അവിടെ എൻഡിലെത്തുമ്പോൾ അവിടെ എന്താണ്, നിങ്ങളുടെ ജേണി കംപ്ലീറ്റ് ആയി, സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എടുത്തോ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമോഷൻ, അല്ലെങ്കിൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. ഓക്കെ, ആസ് എ ഡിസൈനർ നമ്മുടെയൊക്കെ ഡ്യൂട്ടി എന്താ? ആസ് എ ഡിസൈനർ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഡിസൈൻ ആയിക്കോട്ടെ, ഒരു ഡിസൈനറിൻ്റെ ഡ്യൂട്ടി എന്താ? ഇവരെ നല്ല രീതിയിൽ, നല്ല എക്സ്പീരിയൻസിൽ, നല്ല ഡിലൈറ്റ്ഫുള്ളായിട്ട് ഇവരെന്തിനാണോ ആ ആപ്ലിക്കേഷനിൽ കയറിയത് അത് അവസാനം വരെ നല്ല വൃത്തിക്ക് കൊണ്ടുവന്നു. പകുതി വെച്ചിട്ട് അയാൾ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഇല്ല. പകുതി വെച്ച് ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ, അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനർ, നിങ്ങളിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരു പോസ്റ്റർ ചെയ്താൽ പോലും അത് കാണുന്നവർക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതല്ലേ? നിങ്ങളൊരു വലിയ ഇവന്റ് നടത്തണം, ഇവന്റിന്റെ പോസ്റ്റൊക്കെ വെച്ചു, സ്ഥലം വെച്ചില്ലേ പോയോ? എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് വെച്ചില്ലേ പോയില്ലേ? അപ്പം നിങ്ങളൊരു ആസ് എ ഡിസൈനർ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കണം? യൂസറെ ഗൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. എവിടെ മുതൽ? തുടക്കം മുതൽ എവിടം വരെ? അവസാനം വരെ. മതിയോ? പോരാ. പിന്നെയോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷനിൽ വരാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ വീണ്ടും ആ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇതാണ് ആസ് എ ഡിസൈനർ നമ്മുടെ മെയിൻ ഉദ്ദേശം. നിങ്ങൾ പേരെന്താ? അബ്ദുൽ സമദ്, കാസർഗോഡ്. കാസർഗോഡ് ആരെങ്കിലും പോയവരുണ്ടോ? മുമ്പ് പോയവരുണ്ടോ? കാസർഗോഡ് പോയവരുണ്ടോ? ഒരാളുണ്ട്. നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് മുപ്പര വീട്ടിൽ പോവാം. നമ്മൾ ഇന്നത്തോടു കൂടി പുള്ളിയായിട്ട് കണക്ഷനായി. വണ്ടി എടുത്ത് നമ്മൾ കാസർഗോഡ് പോയി. ഗൂഗിൾ മാപ്പ് ചതിച്ചു, പുള്ളീനെ വാട്സപ്പിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് വീടിൻ്റെ അഡ്രസ്സ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാ. വഴിയെ നിർത്തി ഒരാളെടുത്ത് വീട് അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ പറയുക അവർ? ഇത് നമ്മുടെ എനിക്ക് അറിയുന്ന ആളാണ്, നിങ്ങൾ നേരെ പോവാ, ഒരു അമ്പലമുണ്ട്, അവിടുന്ന് ലെഫ്റ്റിലോട്ട് റോഡുണ്ട്, കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ആൽമരമുണ്ട്, റൈറ്റ് എടുക്കുക, മൂന്നാമത്തെ വീട്, അത് കഴിഞ്ഞിട്ട് ആ വീടിന് സൈഡിലൂടെ പോയാൽ പുറകിലാണ് അവരുടെ വീട്. നമുക്ക് മനസ്സിലായുമല്ലോ. നമ്മൾ അപ്പോഴാളെടുത്ത് പറയും ഓക്കെ. നമ്മളെ ഉദ്ദേശം എന്താ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടുത്ത കാണുന്ന ആളെടുത്ത് ഒന്നും കൂടി ചോദിക്കുക. ഇതല്ലേ നമ്മുടെ പ്രതീക്ഷ? അത് കണ്ടിട്ട് അവിടെ നിന്ന് ഒരാൾ പറയാണ് എനിക്കറിയുന്ന ആളാ, ഞാൻ നിങ്ങളെ കൂടെ വരാം. അയാൾ നമ്മളെ കൂടെ വണ്ടി കയറി. വണ്ടി കയറി മുതൽ പുള്ളി ജോളി, പുള്ളി കഥ പറയുന്നു, കോമഡി പറയുന്നു. അതാ അവിടെ ആ വീടിൻ്റെ അപ്പുറത്താണ് എൻ്റെ മാമൻ്റെ വീട്, നമുക്ക് വേണം അവിടെ നിന്ന് ഒരു ചായം കടിയൊക്കെ കുടിച്ചിട്ട് പോവാം. ഇയാൾ നമ്മളെ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് ആളെ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ അയാൾക്ക് പരിചയമുള്ള ആളാണ്, അയാളെ നമ്മളെ പരിചയപ്പെടുത്തുന്നു. തിരിച്ച് അയാൾ നമ്മളെ കൂടെ വരുന്നു, നമ്മൾ ആളെ കയറ്റിയെടുത്ത് ഇറക്കുകയാണ്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടിയിൽ നമുക്കൊരു ശൂന്യത. അതുവരെ നമ്മൾ കുറച്ച് സംസാരിച്ച് പോകുന്നുണ്ടെങ്കിലും ആ ഒരു രസം അങ്ങ് പോയി അല്ലേ? സംഭവിച്ചിട്ടുണ്ടാവില്ലേ പലപ്പോഴും? ഈ രസം പോയി കഴിഞ്ഞാൽ നമ്മളെന്തായി? നമുക്ക് അയാളെക്കുറിച്ചൊരു ഓർമ്മ വരും. ഇനി കാസർഗോഡ് പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അയാൾ ആദ്യം വിളിക്കും. ഇതാണ് ഡോൺ നോർമാന് നമ്മളെ ബിഹേവിയർ ഡിസൈൻ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസൈൻ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറി അല്ല, കാസർഗോഡ് നമ്മൾ പോയത് വെറുതെ പറഞ്ഞതല്ല, ഇത് ഡോൺ നോർമാൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആസ് എ ഡിസൈനർ നമ്മൾ 3 രീതിയിലുള്ള എക്സ്പീരിയൻസിനെ കാറ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്? നമ്മൾ ആളെ കണ്ടപ്പോൾ അയാൾ ആദ്യം ഒരു വിസറൽ എക്സ്പീരിയൻസ് ആയിരുന്നു, കണ്ടപ്പോൾ നമുക്കത് കൊള്ളാൻ തോന്നി. രണ്ടാമത് നമ്മളെ കൂടെ വന്നപ്പോൾ ബിഹേവിയറൽ എക്സ്പീരിയൻസ് വന്നു, നമുക്കത് ക്യാരി ചെയ്തപ്പോൾ നമുക്ക് അയാളുമായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് തോന്നി. ആൾ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അയാളൊരു ഓർമ്മയായി നിലനിന്നു, മെമ്മറിയായി. നമുക്ക് ചിലപ്പോൾ പണ്ട് കഴിച്ച ചായയോ കാപ്പിയോ ഒക്കെ നമ്മുടെ വിസറൽ മെമ്മറിയിൽ ഉള്ളതുപോലെ ഈ 3 സാധനങ്ങളാണ് വിസറൽ ആൻഡ് ബിഹേവിയറൽ ആൻഡ് റിഫ്ലക്റ്റീവ് എന്നുള്ള രീതിയിൽ ഡോൺ നോർമാൻ. ഇയാളെ കുറിച്ച് അറിയോ? ഇല്ല. കുറെ പേർക്കൊക്കെ തലയാട്ടുന്നുണ്ട്. കാരണം എന്താ? ആസ് എ ഡിസൈനർ നമ്മൾ പഠിച്ചു പോകുന്ന ഇയാൾ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറിന്റെ ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന ഡോൺ നോർമാൻ എഴുതിയ പുസ്തകത്തിലെ 3 പോയിന്റാണ് വിസറൽ, ബിഹേവിയറൽ ആൻഡ് റിഫ്ലക്റ്റീവ് എന്നുള്ള
ഇമോഷനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നതാണ് അല്ലേ. ചിലപ്പോൾ ഡിസൈനേഴ്സ് തന്നെ നമ്മളെ അടുത്ത് ഇൻപുട്ട് വരുമ്പോൾ പറയും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എന്താവണം, ഇതൊരു ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ആവണമെന്ന് പറയും. നമുക്കിത് ഡിലൈറ്റ്ഫുൾ അറിയോ? ഇല്ല. ഇനി മനസ്സിലായിക്കോളാം, നമ്മൾ ഈ 3 എക്സ്പീരിയൻസിനെയും അല്ലെങ്കിൽ 3 ഇമോഷനെയും ക്യാരി ചെയ്തിട്ട് നമ്മളൊരു ഒത്ത നടുവിൽ പിടിക്കൂലേ ഇതിൻ്റെ 3ൻ്റെയും, ഇതിനെയാണ് നമ്മൾ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാര്യങ്ങളിലായിരിക്കണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ വിസറൽ ആൻഡ് ബിഹേവിയറൽ ആൻഡ് റിഫ്ലക്റ്റീവ്, ഇത് കുറച്ചും കൂടി ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷന് ഫീലിങ്ങും റെപ്രസെൻറ്റും എക്സ്പ്രഷനും കൊടുക്കണം. എന്താ വിസറൽ നമ്മൾ ആദ്യം കണ്ടപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ UI ഡിസൈനർ എന്ന് പറയും അല്ലേ. നമ്മുടെ കമ്പനിയിലാണെങ്കിലും ഇന്ന് സാംസങ്ങിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തുണ്ട്, UI ഡിസൈനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അവരെന്താ ചെയ്യുക, ഇവരുടെ ജേർണി ഡിഫൈൻ ചെയ്യും. രണ്ടാമത്തെ ആൾക്കാർ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണ്. അവരാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, ബട്ടണ കളർ എങ്ങനെ വേണം, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് വേണം, ഫോർഗ്രൗണ്ട് എന്ത് ഇമേജ് ഇടണം, ഇതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയും അല്ലേ, ഒരു സാധനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത് എന്താണ്, എക്സ്പ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മോഷൻ അവിടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കൺവേ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് വേണം, അവിടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മോഷൻ. നമ്മുടെ കമ്പനീൻ്റെ ഇത് പ്രകാരമാണെങ്കിൽ അത് പല കമ്പനിക്ക് പല രീതിയിലാണ്. ചിലപ്പോൾ ഒരാൾ തന്നെയായിരിക്കും UI-യും GUI-യും VI-യും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ ചില കോർപ്പറേറ്റ് കമ്പനികളാണെങ്കിൽ അവിടെ യൂസർ ഇൻ്റർഫേസ് ഡിസൈനർ, ഗ്രാഫിക് യൂസർ ഇൻ്റർഫേസ് ഡിസൈനർ, വിഷ്വൽ ഇൻട്രാക്ഷൻ ഡിസൈനർ, ഇങ്ങനെ 3 പോസ്റ്റിലാണ് അറിയപ്പെടുക. ഇതിൽ മൂന്നാമത്തെ പോയിന്റാണ് വിഷ്വൽ ഇൻ്റർഫേസ് ഡിസൈനർ, അതാണ് VI. ഓക്കെ, അതാണ് മോഷൻ ഓർ എക്സ്പ്രഷൻ. അപ്പോൾ എന്താ മോഷൻ ഡിസൈൻ? നമ്മൾ നേരത്തെ പറഞ്ഞു മോഷൻ ഡിസൈനും മോഷൻ ഡിസൈൻ. മോഷൻ ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ, ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ. സോ എന്താ മോഷൻ ഡിസൈൻ? അപ്പോൾ നിങ്ങൾ മോഷൻ ഡിസൈൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും തന്നെ അതൊരു UI/UXന് വേണ്ടിയിട്ടുള്ളതാണ്, മൊബൈലിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കണക്കാക്കിയവരല്ല. ആരൊക്കെയോ മൾട്ടിമീഡിയയിൽ നിന്ന് വന്നവരുണ്ട് അല്ലേ. മൾട്ടിമീഡിയ സ്റ്റുഡൻസ് ആരൊക്കെയായിരുന്നു? 2 പേരുണ്ടായിരുന്നു മൾട്ടിമീഡിയ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മോഷൻ ഡിസൈൻ ആസ് എ ഹോൾ വെറും ഒരു UI/UX അല്ല, ഇത് പല ഒരു അംബ്രല്ലയുടെ താഴെയുള്ള പല സാധനത്തിൽ വരുന്ന സാധനമാണ്. മോഷൻ ഡിസൈൻ്റെ താഴെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊന്നാണ് മോഷൻ ഡിസൈന് UI/UXൽ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബ്രാൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടി എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കാണുന്നല്ലേ, അപ്പോൾ പിന്നെ ചിലപ്പോൾ റണ്ണിങ് സ്ക്രീനുകൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ വീഡിയോ ഫിലിം മോഷൻ ഗ്രാഫിക്സ്, പിന്നെ ഇൻറ്ററാക്റ്റീവ് ഇമ്മേഴ്സീവ് മോഷൻ ഡിസൈൻ, ഡാറ്റ ഇൻഫോഗ്രാഫിക് ആനിമേഷൻസ്. ഡാറ്റ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ചിട്ട് അതിനൊക്കെ കാണിക്കണമെങ്കിൽ ചിലപ്പോൾ മോഷൻ ഡിസൈൻ ആവശ്യമുണ്ടാവും. ചിലപ്പോൾ 3D ആയിരിക്കാം. അപ്പോൾ ഈ മോഷൻ ഡിസൈൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്തുള്ള UI/UXനെ കുറിച്ച് മാത്രമാണ് ചിലപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആസ് എ മോഷൻ ഡിസൈൻ ആസ് എ ഹോൾ അതിൻ്റെ മൊത്തത്തിന് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളിവിടെ വന്നപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളിവിടെ ഒരു ഇമേഴ്സീവ് ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് നമ്മുടെ ഒരു സുഹൃത്ത് സായി ചെയ്തൊരു ഇൻസ്റ്റലേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടീം ലാബ് എന്നുള്ളൊരു സ്റ്റുഡിയോ ഒരു ഇൻസ്റ്റലേഷൻ സെറ്റ് ചെയ്തതാണ്. അവിടെ വരുന്ന സ്റ്റുഡൻസിന് അവിടെയുള്ള വിഷ്വലിനെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും മോഷൻ ത്രൂ. അപ്പോൾ അവരെന്താണ് അവർ വിളിച്ചേക്കുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻറ്റും ദൈവമായി മാറുക എന്നുള്ളതാണ്. ദൈവം ഒന്നും ആവുക എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ആനകൾ ഒരു സൈഡിൽ കൂടെ വിടുക, കുറച്ച് പുലികൾ ഒരു സൈഡിൽ കൂടെ വിടുക, എന്നിട്ട് ഇവർ തമ്മിൽ ആക്രമിക്കുന്നുണ്ടോ നോക്കുക. അപ്പോഴേക്കും വേറെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഈ ആനേനെ മാറ്റിയിട്ട് എലീനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ മാറി. ഇതിനെ ഇമേഴ്സീവായിട്ട് ആൾക്കാർക്ക് ഇൻറ്ററാക്ട് ചെയ്തിട്ട് മോഷൻ ഡിസൈനെയും യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കാണിച്ചത്. അതായത് നെക്സ്റ്റ് മോഷൻ ഡിസൈനിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പേഷ്യൽ UI ആയിരിക്കാം. നമ്മൾ VR, AR, VR എന്നൊക്കെ കേട്ടില്ലേ. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ആ സ്പേസിനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മോഷന് കുറേയും കൂടി ക്യാരി ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. ഇതെന്താ ചെയ്തത്, ആ സ്റ്റുഡിയോനെ മൊത്തം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തു, ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാൻ വിട്ടു, ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റി. കൂടെ ആ ചെയ്യുന്ന ആൾക്കാർക്ക് മോഷൻ ഉണ്ടാവുമോ? നിങ്ങൾക്ക് തന്നെ ഒരു സാധനത്തിൽ കുറേ മൃഗങ്ങൾ അങ്ങോട്ട് വരട്ടെ, കുറേ സാധനം ഇങ്ങോട്ട് വരട്ടെ, ആന വരട്ടെ, ഇങ്ങനെ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നിടത്ത് ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം ലാബ് ചെയ്തൊരു സാധനമാണ്. ഇത് ഞാൻ എന്തിനാണ് കാണിച്ചത്, ഓൺലി ടു എക്സ്പ്ലെയിൻ വാട്ട് ക്യാൻ മോഷൻ ഡിസൈൻ ക്യാൻ ഡു. ഇത് വേറെ എന്തോ വലിയൊരു സാധനമാണ്. ഇതിനകത്തുള്ള UI/UX എന്നുള്ള ഒരു ചെറിയ മൊഡ്യൂൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, ഇന്ന് മൊബൈൽ UI/UX ആണ് ട്രെൻഡ്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും. ചിലപ്പോൾ ചിലരൊക്കെ ഇത് എളുപ്പമുള്ള പരിപാടിയാണ്, ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറേ കഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് കൂടിയവരും ഉണ്ടാകാം. അവർക്കൊക്കെ ഇതിൻ്റെ
ഒരു തലം കൂടിയുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാം എളുപ്പമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വോയിസ് വീണ്ടും കട്ടാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കട്ടാവുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കണക്റ്റ് ആവുന്നുണ്ടോ? കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ചൊന്ന് ഡീപ്പിൽ സെഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോകേണ്ടി വരും. എല്ലായ്പ്പോഴും നമുക്കൊരു കഥയോ കടങ്കഥയോ പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം എന്താണ്, ഇൻ ഡീപ്പിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആണ്. മോഷൻ ഡിസൈൻ ഇൻട്രാക്റ്റീവ് ഇമേഴ്സീവ് എന്നൊക്കെ പറയുമ്പോഴേക്ക് അത് കുറച്ചും കൂടി സീരിയസ് ആണ്. കാരണം അതൊരു ആർട്ടാണ് അവിടെ ക്യാരി ചെയ്യുന്നത്. ഇവിടെ UX-ലാണെങ്കിലും നമ്മൾ അവരുടെ ഇമോഷനെയാണ് ക്യാരി ചെയ്യുന്നത്. മോഷൻ ഡിസൈനിൽ UX-ൽ 2 രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. മൈക്രോ ഇൻട്രാക്ഷനും മൈക്രോ ആനിമേഷനും. എന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന ആനിമേഷൻ. മൈക്രോ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രാക്ട് ചെയ്യാതെ തന്നെ ഒരു സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെ ഗൈഡായിട്ടോ നമ്മളെ ഗൈഡ് ചെയ്യില്ല, ചിലപ്പോൾ ഓൺ ബോർഡിങ്ങിലൊക്കെ ഗൈഡ് ചെയ്യും ആപ്ലിക്കേഷന്. അത് മൈക്രോ ആനിമേഷനും ഇൻട്രാക്ഷനും ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ യൂസ്, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യണ്ടേ. ഞാൻ എങ്ങനെയത് ചെയ്യേണ്ടത് എങ്ങനെയത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അപ്പം ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, സാംസങ്ങിലാണ്, അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ഡിസൈനേഴ്സൊക്കെ ഓൾറെഡി എന്നോട് ചോദിക്കാൻ വിചാരിച്ച ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾ അവിടെ സാംസങ്ങിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? ആർക്കെങ്കിലും അങ്ങനെ ഒരു മൈൻഡിലുണ്ടാവും, എന്തായിരിക്കും പുള്ളി അവിടെ ചെയ്യുന്നുണ്ടോ. ഞങ്ങളിവിടെ ചെയ്യുന്നത് പോലെ ഒരു കമ്പനി വരുന്നു, അവരുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം, എന്നിട്ട് അവർ റിക്വയർമെൻ്റ് ഒന്നും തരൂല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് വെബ്സൈറ്റ് നോക്കി റെഫറൻസ് എടുക്കും, അവർ പറയും കൊള്ളാന്ന് പറയും. ഇത് തന്നെയാണോ സാംസങ്ങിലും ഗൂഗിളിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ആസ് എ സാംസങ് നമുക്ക് ചെയ്യേണ്ടത് ഗ്ലോബൽ ആപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതാണ്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്ലോബൽ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കേരളത്തിലെ ഓഡിയൻസിനോ അല്ലെ ഇന്ത്യയിലെ ഓഡിയൻസിനോ മാത്രം കാറ്റർ ചെയ്താൽ പോരാ, വേൾഡ് മൊത്തം കാറ്റർ ചെയ്യും. വേണ്ടേ? അറബിയിലുള്ള അറബി നമ്മൾ ഇംഗ്ലീഷിലോ അല്ല തിരിഞ്ഞ് വിഷ്വൽ ഹയറാർക്കി വഴി തിരിഞ്ഞു വായിക്കുന്ന ആൾക്കാരും നമ്മൾ കണക്കാക്കണം. ലാംഗ്വേജ് ഒന്നുമില്ലാത്ത ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ കണക്കാക്കണം. എല്ലാവരും കണക്കാക്കിയിട്ട് വേണം നമ്മൾ സാംസങ് പോലത്തെ ഒരു കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ. സാംസങ് ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളത്? അല്ല. അപ്പോൾ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യാൻ നേരത്ത് പക്ഷേ ഇവർക്കൊക്കെ ഓരോ രാജ്യത്തിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല. പകരം എന്താ ചെയ്യുക വെച്ചാൽ ഒരു ഗ്ലോബൽ ആപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അത് ഓരോ കൺട്രിക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഓരോ കൺട്രിയുടെ സ്പെസിഫിക്കിന് വേണ്ടി മാറ്റാൻ നോക്കും. ഞാനും വരയ്ക്കുന്ന അങ്ങനെ മേക്ക് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിലാണ്. എന്ന് വെച്ചാൽ ആ ഗ്ലോബൽ ആപ്ലിക്കേഷനെ ഇന്ത്യൻ ആപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ നീഡായിരിക്കും, എന്തൊക്കെ യൂസറിൻ്റെ നീഡായിരിക്കും നമ്മൾ ക്യാരി ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 12+ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഒരു പേയ്മെൻറ്റ് ആപ്പാണ്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ? പേയ്മെൻറ്റ് ആപ്പാണ്. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളിത് പേയ്മെൻറ്റ് ആപ്പാണ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കൊരു ഇന്ത്യൻ യൂസറിൻ്റെ മൈൻഡിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഹോം പേജാണ്. ഓക്കെ, ഈ ഹോം പേജിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? ചൈനീസ് കാണുന്നുണ്ട്. ലാംഗ്വേജ് വിട്ടാം, നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കാം. പിന്നെ കാർഡ് സ്വൈപ്പ്, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലേ? ഫോൺ സ്റ്റൈൽസ് അത് ഡിസ്പ്ലേയുടെ കുഴപ്പമുണ്ട്. ഫോണ്ട് നമുക്ക് റീഡബിലിറ്റി ഇല്ലാത്തത്. വേറെ എന്തെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാർഡ് ചേഞ്ച് ആവുന്നു. ഓക്കെ, കാർഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് നല്ല പോയിന്റാണ്. ഞാനിത് കൊറിയൻ ആപ്ലിക്കേഷൻ മാത്രം കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് റിക്വയർമെൻറ്റ് കിട്ടുക. നമ്മൾ അതിൻ്റെ കാർഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഡിസൈനിന് വേണ്ടി മാറ്റും. അത് ഞങ്ങൾ നല്ലൊരു പോയിന്റാണ്. വേറെ ഇന്ത്യൻ നീഡിന് വേണ്ടിയിട്ട് എവിടെ അല്ലേ നമ്മുടെ QR എവിടെ? നമ്മൾ ചായ കുടിച്ച് പയമ്പരും ചായയും കുടിച്ച് ഇനി പൈസ കൊടുക്കണ്ടേ? ഇതെങ്ങനെ കൊടുക്കും? അവിടെ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ വലിക്കുമെന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല, നമുക്ക് അവിടെ QR ഇല്ല. അപ്പോൾ ആ ഡിസൈനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് QR വെക്കാൻ നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം കാർഡിൻ്റെ തൊട്ട് മുകളിൽ മതിയാവുമോ? എന്താ പ്രശ്നം? ആക്സസിബിലിറ്റി പ്രോബ്ലം വന്നു. അവിടെ വെച്ചാൽ മതിയാവോ ഭാഗത്തെ? എന്താ പ്രശ്നം? ആക്സസിബിലിറ്റി. അവിടെ വെച്ചാൽ ആൾ ഇമോഷണലി കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറി ആലോചിക്കുക. എമർജൻസി ആയിട്ട് പൈസ കൊടുക്കുകയാണ്, ഞാൻ സ്ക്രീനിൽ വന്നു, എൻ്റെ QR കാണുന്നില്ല. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ അന്നേരം ചിലപ്പോൾ അഡ്രസ് ചെയ്യേണ്ടി വരിക. ഇന്ത്യൻ കാർഡ് മാറിയോ? കാർഡ് നമ്മൾ ഭീം UPI ആണ് ഇവിടെ വരുന്നത്, കാർഡ് മാറ്റി. പക്ഷെ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. എന്താണ്? സ്കാൻ QR.
നമ്മൾ ഇതിനെ വിഷ്വലി ഡിഫൈൻ ചെയ്യാൻ നോക്കി. ബട്ടൺ നമ്മൾ സെൻറ്ററിൽ കൊണ്ട് വെക്കും. സെൻറ്ററിലാണല്ലോ നമുക്ക് ബട്ടൺ വെക്കാൻ ആഗ്രഹം. ബോട്ടം സെൻറ്ററിലായിരിക്കുമല്ലോ ബട്ടൺ, കാരണം അവിടെയാണല്ലോ തമ്പ് വരുന്നത്, കൈ പിടിക്കുമ്പോൾ തമ്പ് വരുന്നത്. അതാണ് ആക്സസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ അവിടെ വെക്കുമ്പോൾ എന്താ കുഴപ്പം? ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നേരത്ത് ബയോമെട്രിക്സ് അവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് സാംസങ്ങിൻ്റെ കോർ പ്രിൻസിപ്പിളിൽ വരുന്ന സാധനമാണ്. അൺലോക്ക് പിന്നെ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് ബയോമെട്രിക്സ് QR പ്ലേസ് ചെയ്യാൻ അപ്പോഴും സ്പേസ് ഇല്ല. അതല്ലെങ്കിൽ സ്കാൻ QR എന്നുള്ള ടെക്സ്റ്റ് വേണം താനും. കാര്യം എന്താ? അത് അല്ലാതെ വെറുതെ സ്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്കാൻ ചെയ്യാനായിരിക്കും. സ്കാൻ QR എന്നുള്ള ആൾക്കാർ ചിലപ്പോൾ കണക്ട് ചെയ്യില്ല. ടെക്സ്റ്റ് ഇന്ത്യൻ സ്പെസിഫിക് യൂസേഴ്സിന് ആവശ്യമാണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൈക്രോ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മൈക്രോ ആനിമേഷൻ യൂസ് ചെയ്യേണ്ടി വന്നു. എങ്ങനെ യൂസ് ചെയ്തത്? ബട്ടൺ വെച്ചു. ക്രെഡിറ്റ് കാർഡ് വരാൻ നേരത്ത് ആ ബട്ടണെ ടെക്സ്റ്റ് ഇല്ലാതെയാക്കി. അല്ലെങ്കിൽ UPI കാർഡ് വരുമ്പോൾ ആ ബട്ടൺ നല്ല വലിയ രീതിയിൽ തന്നെ സെൻറ്ററിൽ കാണാവുന്ന രീതിയിലാക്കി. ഇതെങ്ങനെ പോസിബിളായ? ഇത് പോസിബിൾ ആണെങ്കിൽ വിഷ്വൽ ഇൻട്രാക്ഷൻ്റെ പോസിബിലിറ്റി മനസ്സിലാവണം. എങ്ങനെ മൈക്രോ ആനിമേഷനും മൈക്രോ ഇൻട്രാക്ഷനും നമുക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാവണം. അത് മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ഈ ആനിമേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻട്രാക്ഷനെ കുറിച്ചിട്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടില്ല. ഇത് നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ എത്തുന്നതിന് മുമ്പ് പല ഡിസൈനേഴ്സ് വരുന്നിട്ട് പല രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്യാൻ നോക്കി. ബട്ടൺ ഇവിടെ വെച്ചു, അവിടെ വെച്ചു, മുകളിൽ വെച്ചു, താഴെ വെച്ചു, ഒന്നും സോൾവ് ആവുന്നില്ല. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ യൂസേഴ്സ് നോർമൽ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും 10x ആൻഡ് സ്റ്റിൽ കൗണ്ടിങ്. എന്താ സ്റ്റിൽ കൗണ്ടിങ് എന്ന് പറയാൻ കാര്യം? ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ആക്ച്വൽ ഡാറ്റ കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു റിലീസ് അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അത് വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ യൂസേഴ്സൊക്കെ ഞങ്ങളെ പരിഗണിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമുണ്ട്, എന്താണ്? നമ്മളെയും കൂടി ഇവർ പരിഗണിച്ചു. കുറേ കാര്യം നമ്മളെയും കൂടി പരിഗണിച്ചു എന്നുള്ള ഫീൽ കിട്ടി. സോ സെയിം വേറൊരു എക്സാമ്പിളും കൂടി പറയാം. കാരണം നിങ്ങൾക്കിത് നിങ്ങളുടെ ഡേ ടു ഡേ ഡിസൈനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും വർക്കിലാണെങ്കിലും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ലൈവ്നെസ് ചെക്ക് എന്നൊരു ആപ്ലിക്കേഷൻ വന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് സാംസങ് ഫോൺ കൊടുക്കുകയാണ്. എല്ലാവർക്കും ഫോൺ S25 വാങ്ങാൻ 1,20,000 പക്ഷെ ഫോൺ. പക്ഷെ ഇന്ത്യയിൽ സെല്ലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്, എന്താണ്? EMI ആണെങ്കിൽ ഞങ്ങളത് വാങ്ങാം. 1,10,000 ഉണ്ടാവോ? ഇല്ല. മാസം 3,000 എന്ന് പറയുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ സാംസങ് ഫൈനാൻസ് പ്ലസ് എന്നൊരു ആപ്ലിക്കേഷൻ റിലീസ് ചെയ്തു. ആ ആപ്ലിക്കേഷനിലൂടെ എന്താ ചെയ്തേ? ഫോൺ വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് 1,50,000 ഫോൺ ആദ്യം കൊടുക്കും. പക്ഷെ നിങ്ങൾ ആധാറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. മാസം 2,000-3,000 തന്നാൽ മതി, ഫോൺ സെല്ലാവും. സെല്ലായോ? കാരണം അതൊക്കെ മാർക്കറ്റിംഗ് ട്രിക്കാണ്. അത് ഫോൺ സെല്ലായി. ഇനിയോ വെരിഫൈ ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഫോൺ വാങ്ങുമ്പോൾ ഇനി എന്തെങ്കിലും കേസ് വന്നാൽ ഞാൻ കുടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പരിചയത്തിലുള്ള മലയാളി, നമുക്ക് എല്ലാവർക്കും വേറൊരു മലയാളിയെ ചതിക്കാൻ ചെറിയൊരു അവസരം കിട്ടിയാൽ നമ്മളത് ചെയ്തിരിക്കും. ഫോട്ടോ എടുത്ത് പോകും, മൊബൈൽ ഷോപ്പിൽ പോകും, സെൽഫി വെരിഫിക്കേഷനിൽ അവൻ്റെ ആധാറും കാര്യങ്ങളൊക്കെ കൊടുക്കും, അവൻ്റെ ഫോട്ടോ വെച്ച് കൊടുക്കും. സെൽഫി നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ ഫോട്ടോ വെച്ച് കൊടുക്കും. വെരിഫിക്കേഷനൊക്കെ നടക്കട്ടെ. പിന്നെ എന്തെങ്കിലും പണി കിട്ടിയാൽ ഞാൻ പൈസ കൊടുക്കും. പക്ഷെ എന്തെങ്കിലും പണി കിട്ടിയാൽ ഞാൻ കുടുങ്ങരുത്. പണി കിട്ടിയാൽ ഞാൻ കുടുങ്ങരുത്. ഈ രീതിയിൽ ആൾക്കാർ അതിനെ ലൈവ്നെസ് ചെക്കിനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെയും അവരെ ഇമോഷണലെ തടയാതെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ഇതിനൊരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടി വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫോട്ടോ എടുക്കാൻ നേരത്ത് അവരുടെ അടുത്തൊന്ന് ബ്ലിങ്ക് ചെയ്യാൻ പറയും, ഒന്ന് ചിരിക്കാൻ പറയും, തല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കാൻ പറയും. ഫോട്ടോ കൊണ്ട് അത് നടക്കുമോ? ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ബാക്ക് എൻഡ് പ്രോഗ്രാം എന്ത് ചെയ്തു? ബ്ലിങ്കിങ്ങും മോഷൻ ഡിറ്റക്ഷനും ലെഫ്റ്റ് റൈറ്റും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ആൾക്കാർക്ക് പറയുമ്പോൾ നമുക്കിത് പറയാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങളെ പറ്റിക്കും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പിടിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്തു? അതിനെ കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാക്കി അവരടുത്ത് പറയും, നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് നോക്കുക, ഒന്ന് ബ്ലിങ്ക് ചെയ്യുക, ഒന്ന് ചിരിക്കുക, കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഒന്ന് ഡിറ്റക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതെന്തിനാ യൂസ് ആയെന്ന് മനസ്സിലായല്ലോ. കാര്യം എന്താ? ഫോട്ടോ വെച്ചിട്ട് ഫ്രോഡ് നടക്കും, അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്തു. പക്ഷെ അവർ ഇമോഷണലി നമ്മൾ ഹർട്ട് ചെയ്തോ? ബേസിക്കലി ഇമോഷണലി ഹർട്ട് ചെയ്തോ? ഇല്ല. നമുക്ക് കാര്യം നടക്കണം, അവരുടെ ആൾക്കാർക്കും. കാരണം ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്? ഇത് അവരുടെ എന്തോ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ ഫോട്ടോ ഫ്രോഡിങ് നിന്നു. ഇനി ഇതൊക്കെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ എന്താണ്? പോസിബിൾ ആയതൊക്കെ മോഷൻ ഡിസൈനുള്ള അല്ലേ? എന്താ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ജീവനാണ്, ഹൃദയമാണ്, മരിച്ചു കഴിഞ്ഞാൽ മോഷൻ ഇല്ല, ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും മോഷൻ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ മോഷനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഒന്ന് മെക്കാനിക്കൽ ആയിട്ടുള്ള മോഷനും ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള മോഷനും. നമ്മുടെ ഇമോഷന് നമുക്ക് പറഞ്ഞു തരുന്ന ചില മോഷൻസ് ഉണ്ട്. നമുക്കൊരാൾ വേവ് ചെയ്യാണ്, ഒരു റോബോട്ടിൻ്റെ ഹാൻഡ് ഇങ്ങനെ വേവ് ചെയ്യാണ്. രണ്ടിനെയും നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യുന്നത് രണ്ട് രീതിക്കായിരിക്കും. കാരണം ആദ്യത്തേത് എന്ത് മോഷനാണ്?
നാച്ചുറൽ മോഷനാണ്, നമുക്കത് മനസ്സിലാവും. രണ്ടാമത്തത് എന്താണ്? മെക്കാനിക്കൽ മോഷനാണ്, നമുക്കതിന് വലിയ താല്പര്യം. അതായത് അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഫാക്ടറി പോയിരുന്നിട്ട് നമ്മൾ അവിടുത്തെ മെഷീൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണുമ്പോൾ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതേസമയം നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നു, കളകളാരമുണ്ട്, പക്ഷികൾ വരുന്നു, ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഒരു പക്ഷി പറക്കുന്ന വ്യൂ നമ്മുടെ മനസ്സിലുണ്ട്, വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും. ഒരു കാറ്റ് വന്നിട്ട് ഒരു മരത്തിന് ചില്ല ആടുന്നതിന് നമുക്ക് അറിയുന്ന ഒരു രീതിയുണ്ട്. കാറ്റ് ആടും, മരം ഇങ്ങനെ ആടുമോ? ഒരു ബോൾ താഴിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബോൾ ഇങ്ങനെയാണോ ചാടുക? അല്ല, ബോളിനൊരു മോഷനുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് അറിയുന്നൊരു മോഷനുണ്ട്, അല്ലേ? ഞാനിപ്പോൾ ഒരാളെ അടിക്കാൻ പോവാണ്, ഇങ്ങനെ വെച്ചു, ഞാൻ അടിക്കാണ്, ഇങ്ങനെ അടിച്ചോ നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഈ അടിക്കും മുമ്പ് ഞാൻ എടുക്കുന്ന ഒരു ഫസ്റ്റ് ആക്ഷൻ ഉണ്ടാവണം. എന്താ? ഞാൻ പുറകോട്ട് പോകും. ഞാൻ എത്രത്തോളം പുറകോട്ട് പോകുന്നതിനനുസരിച്ച് ആൾ പേടിക്കോ? കാരണം അത് നമുക്കറിയാം, ആ മോഷന് ആൻറ്റിസിപ്പേഷൻ നടക്കുന്നുണ്ട്, പുറകോട്ട് പോകുന്നുണ്ട്. ആ അടി ഞാൻ സൂക്ഷിക്കണം, അടുത്ത് വരുന്ന അടി എനിക്ക് പ്രശ്നമില്ല, കാരണം അത് നമുക്ക് വലുതായിട്ട്. അപ്പോൾ ഡിസ്റ്റൻസ്, ടൈം ഒക്കെ മോഷന്. അപ്പോൾ എന്താണ് ഈ മോഷൻ എന്ന് പറയുമ്പോൾ, മോഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആൾക്കാർ ഈ മോഷന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന മോഷനും നാച്ചുറൽ മോഷനും മെക്കാനിക്കൽ മോഷനും മുറിച്ചു വെക്കാൻ നോക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? നിങ്ങൾക്ക് തന്നെ അറിയാം, കാർട്ടൂൺ കാണാത്തവരാരും ഉണ്ടോ? ടോം ആൻഡ് ജെറിയിലെ മോഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നമുക്ക് ഭയങ്കര, നേരത്തെ പറഞ്ഞ റിഫ്ലക്റ്റീവ് മെമ്മറി അല്ലേ? എന്തുകൊണ്ടാണ്? ആ മോഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോഷനാണ്. ആളുടെ ചാട്ടവും ഓട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ നടത്തം പോലും എന്ത് ചെയ്തു? ഈ മോഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് അനിമേറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും വെറുതെ നടക്കുകയാണെങ്കിൽ, ഞാൻ നടക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളിൽ 100 പേര് നടക്കുന്നത്, അതിനൊരു മാറ്റം ഉണ്ടാവും. ആ നടത്തത്തിൽ പോലും മോഷൻ്റെ ചേഞ്ചസ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ മോഷൻ. വെറുതെ ഒരു സ്റ്റിക്കി മാനുവാണെങ്കിൽ പോലും അതിനും എന്ത് ചെയ്യാൻ പറ്റും? നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോഷനുണ്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ മോഷൻ ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്ത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മൈൻഡ് നമുക്ക് പറഞ്ഞു തരും എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള മോഷൻ, എന്താണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മോഷൻ. നമ്മൾ ബോൾ ഇട്ടിട്ട് ബോൾ ഇങ്ങനെ ടക്ക് ടക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് മൈൻഡ് ചെയ്യില്ല. കാര്യം എന്താ? നമുക്ക് ആ മോഷൻ അറിയില്ല. പല ക്യാരക്ടേഴ്സ്, അപ്പോൾ സ്റ്റിക്കി മാൻ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കി മാൻ നടന്നു പോവുകയാണെങ്കിൽ പോലും ആ നടത്തത്തിൽ എന്തുണ്ട്? നമുക്ക് അറിയുന്ന ഒരു മോഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ മോഷനെ ആര് പഠിച്ചു? UX ഡിസൈനേഴ്സ് ആണോ പഠിച്ചത്? അല്ല. ആ മോഷനെ ആര് പഠിച്ചു? ഡിസ്നിയിൽ വർക്ക് ചെയ്യുന്ന ഒലി ജോൺസണും ഫ്രാങ്ക് തോമസും കൂടിയിട്ട് ഓരോ മോഷനും, പൂച്ചൻ്റെ നടത്തം അതിൽ കുറച്ച് ഡ്രാമറ്റിക് ആവാം, മനുഷ്യൻ്റെ നടത്തം അതിലും കുറച്ച് ക്യാറ്റ് വാക്ക് എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ പല നടത്തങ്ങളെയും പല ആക്ഷനുകളെയും പല മൂവ്മെൻറ്റുകളെയും പഠിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഇതിനെ ഒരു 12 പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. UX ഇപ്പോഴല്ലേ വന്നേ? കാർട്ടൂൺ നമ്മുടെ ചെറുപ്പത്തിലില്ലേ? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ UX കേട്ടിട്ടുണ്ടോ? മൊബൈലിൻ്റെ ഡിസൈനിങ്, ഗ്രാഫിക്സ് കേട്ടിട്ടുണ്ടോ? ഇത്രയും ട്രെൻഡാണോ? അല്ല, ഇപ്പോഴൊക്കെ പലരും ഈ ഒരു ട്രെൻഡിന് കൂടെ പോകുന്ന ആൾക്കാരല്ലേ? ട്രെൻഡായിരുന്നു അന്ന്? അല്ല, അന്ന് ആനിമേറ്റേഴ്സ് ആയിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ കുറേ പേര് ആനിമേഷൻസ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ പഠിച്ച സാധനമായിരുന്നു. കാരണം എന്താ? അതിന് മുമ്പ് കുറേ പേര് ഇതിന് റിസർച്ച് നടത്തിയിട്ട് 12 പ്രിൻസിപ്പിൾസ് ഓഫ് ആനിമേഷൻ പ്രിൻസിപ്പിൾസ് അവർ പഠിച്ചു വെച്ചു. ആ പ്രിൻസിപ്പിളൊക്കെ എന്താ പറയുന്നത്? എങ്ങനെയാണ് ഹൗ ടു മോഷൻ ക്യാൻ ഇവോക്ക് ഹ്യൂമൻ ഇമോഷൻ. ആ ഓരോ മോഷനും എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഇമോഷനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബ്രെയിനിനെ, താല്പര്യമുള്ള മോഷൻ ഉണ്ടാവും, താല്പര്യമില്ലാത്ത മോഷൻ എങ്ങനെ കാണിക്കണം എന്നുള്ളത് അവർ പഠിച്ചു. നമ്മൾ ആസ് എ UI/UX മൊബൈൽ ഡിസൈനേഴ്സ് എന്ത് ചെയ്തു? അതിനെ കോപ്പി അടിച്ചു. കാര്യം എന്താ? നമുക്ക് അത്ര റിസർച്ച് നടത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി ഒരു റിസർച്ച് നടത്തിയ സാധനത്തിന് നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ വീണ്ടും ആ റിസർച്ച് പഠിക്കാൻ പോകണോ? വേണ്ട. ഈ പ്രിൻസിപ്പിൾസിനെ ഇപ്പം ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്, ഒരു ബോൾ നിലത്തിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ നിലത്ത് വീഴുമ്പോൾ അതൊന്നും ഇങ്ങനെ സ്ട്രെച്ച് ആവണം, എങ്കിലേ നമുക്കറിയുള്ളൂ. ഒരു ബോൾ ഞാൻ നിലത്തൂടാണ്, ടക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു, നമ്മൾ അതിനെ ബോളെന്ന് വിളിക്കോ കല്ലെന്ന് വിളിക്കോ? അത് സ്ട്രെച്ച് ആയോ? ഇല്ല. അപ്പം നമുക്ക് അതിൻ്റെ ആ ആക്ഷനുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ബിഹേവിയറിനും പോലെ ഇരിക്കും. അതിനെങ്ങനെ മൂവ് ചെയ്യുന്നു, അത് അവിടെ വീണ് ഇങ്ങനെ ചാടി പോയാൽ നമ്മൾ അതിന് റബ്ബർ ബോളാക്കും, അവിടെ തന്നെ നിൽക്കുകയാണ് അത് ഇരുമ്പിൻ്റെ ബോളാക്കും, അല്ലേ? ഇങ്ങനെ ഓരോ ബോളുകളെയും അല്ലെങ്കിൽ ഓരോ ആനിമേഷനെയും മോഷനുകളെയും അവരുടെ ആനിമേഷൻ ക്യാരക്ടേഴ്സ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ റിസർച്ചിനെ നമ്മൾ ഫോളോ ചെയ്തു. അതിന് ഈ ബുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ദ ഇല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഡിസ്നി ആനിമേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത പുസ്തകം വാങ്ങി പഠിക്കാൻ പോകുന്നത് ആനിമേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്, UI/UX അല്ല. സെയിം പ്രിൻസിപ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോഷനെ എങ്ങനെയാണ് റോയിൽ നിന്ന് എക്സ്പ്രസീവ് ആക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അടിക്കുമ്പോൾ
ഞാൻ കൈ കൊണ്ടുപോകുന്നതും ചാടുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ചാടുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഒന്നിരിക്കും. അതിനെ നമ്മൾ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയും. ആര് പറയും? ആനിമേറ്റേഴ്സ്. ആൻറ്റിസിപ്പേഷൻ ഇല്ലാത്ത മോഷനുകളെ നമ്മളെ മൈൻഡിന് മെക്കാനിക്കൽ മോഷനാണ്, മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരാൾ ഇടിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഈ പ്രിൻസിപ്പിളിന് എന്ത് പറയും? ആൻറ്റിസിപ്പേഷൻ എന്ന് പറയും. ഇങ്ങനെ ഓരോ മോഷനും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കാറ്റർ ചെയ്തത് കൊണ്ട് UI/UX ഡിസൈനേഴ്സ് സെയിം പ്രിൻസിപ്പിൾസിനെ അവരുടെ ഡിജിറ്റൽ സ്ക്രീനിന് വേണ്ടിയിട്ടും കൂടി ഒന്ന് റീഡിഫൈൻ ചെയ്തു. അങ്ങനെ UI/UXന് വേണ്ടിയിട്ട് മോഷൻ പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങൾ തന്നെ ഡിസൈനേഴ്സ് ആണെങ്കിൽ കേട്ടിട്ടുണ്ടാകും. ഈസിങ്ങും, ഓഫ്സെറ്റ് ഡിലേ, പാരന്റിങ്, ട്രാൻസ്ഫോം, വാല്യൂ ചേഞ്ച്, മാസ്കിങ്, ഓവർലേ, ക്ലോണിങ്. ഇങ്ങനെ ഇതിന് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിൽ പോവാം. ഞാൻ നിങ്ങൾക്ക് ഡോർസ് തുറന്നു തരികയാണ്. ഈ ആനിമേഷനൊക്കെ 12 പ്രിൻസിപ്പിൾസ്, മോഷൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മോഷൻ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ പ്രൊഡക്റ്റിലൊക്കെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മസ്റ്റായിട്ടും ഈ പ്രിൻസിപ്പിൾസ് ബേസിക്കലി മനസ്സിലാക്കും. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മനുഷ്യന് റിലേറ്റ് ചെയ്യുന്ന മോഷനുണ്ട്, താല്പര്യമില്ലാത്ത മോഷനുണ്ട്. എക്സാമ്പിൾ, നമ്മളൊരു കാറ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു കാറ് വരികയാണ്. കാറ് സ്പീഡിൽ വന്നിട്ട് നമ്മൾ മുമ്പിൽ എത്തുമ്പോൾ സ്ലോ ഡൗൺ ആവും. എന്നിട്ടല്ലേ നിൽക്കുള്ളൂ. ടക്കെന്ന് പറഞ്ഞ് നിൽക്കുമോ? പോവുകയാണെങ്കിലോ സ്ലോലി സ്റ്റാർട്ടായിട്ട് സ്പീഡിലേക്ക് പോകും. ഒരു റോക്കറ്റ് നമ്മൾ മുകളിലേക്ക് വിടുകയാണെങ്കിൽ ഒന്ന് കത്തി 1 മിനിറ്റ് അവിടെ ഒന്ന് ജർക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. പോയി നമ്മൾ പിന്നെ കുറച്ച് നേരം കാണും, പിന്നെ നമ്മൾ പിന്നെ മെല്ലെ പോകുന്നതായിട്ടാണ് കാണുക. കാരണം എന്താ? നമ്മുടെ വിഷൻ്റെ ദൂരേക്ക് പോയി. ഈ മോഷനെ നമുക്കറിയാം. നമുക്ക് എങ്ങനെ അറിയാം? നമ്മുടെ മൈൻഡ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓരോ മോഷനുകളെയും എങ്ങനെയാണ് നമ്മൾ കാറ്റർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമുക്ക് സ്പീഡ്, ഈസ് ഇൻ ഈസ് ഔട്ട്, ഈ കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ചില മൊബൈലിൽ ഒരു കാർഡ് നമ്മുടെ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ അത് സ്പീഡിൽ വന്നിട്ട് സ്ലോ ഡൗൺ ആവും. കാർഡിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സ്ലോന്ന് സ്പീഡിലേക്ക് പോകും. ഇതിങ്ങനെ കൊടുത്തില്ല എങ്കിൽ ആ മോഷൻ എന്താവും? ഭയങ്കര മെക്കാനിക്കലായിരിക്കും. നമുക്ക് ആൾക്കാർക്ക് അത് കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഞാൻ ഇപ്പം പറഞ്ഞ സ്പീഡിൽ തുടങ്ങുന്നു അല്ല മെല്ലെ തുടങ്ങുന്നു എന്ന് പറയുന്നതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനം നോക്കിയാൽ മനസ്സിലാവും. എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടി കാണാൻ താല്പര്യമുള്ള ചില മോഷൻസ് അതിലുണ്ടാവും. ഇതിനകത്ത് ലീനിയർ എന്നുള്ള സാധനമാണ് നമ്മൾ നോർമലി പറഞ്ഞ മെക്കാനിക്കൽ മോഷൻ. അത് ഒരേപോലെയാണ്. സ്പീഡിൽ തുടങ്ങുന്ന സ്ലോയോ ഒന്നുമില്ല. ടക്ക് 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 ടക്ക്. മറ്റേത് എങ്ങനെയായിരിക്കും? മെല്ലെ തുടങ്ങി സ്പീഡിൽ പോയിട്ടായിരിക്കും. ഈസ്, ഈസ് ഇൻ, ഈസ് ഔട്ട്, ഈ രീതിയിലാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്, ബോൾ താഴെ വീഴുമ്പോഴുള്ള എഫക്റ്റ്, അതും നമ്മളെ കാർഡിൽ അല്ല നമ്മുടെ ഡിജിറ്റൽ ലൈഫിൽ നമ്മൾ പലയിടത്തും അത് യൂസ് ചെയ്യും. കാര്യം എന്താ? അതൊക്കെയാണ് നമുക്ക് കുറേയും കൂടി ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു കാർഡ് സ്ക്രീനിൽ നിന്ന് വന്നിട്ട് മെല്ലെ വന്ന്, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മളൊരു ഡയലോഗ് സ്ക്രീന് വരികയാണ്. ഡയലോഗ് സ്ക്രീന് മെല്ലെ ഇങ്ങനെ വന്നു, എന്നിട്ട് നമ്മൾ ഓക്കെ അടിക്കുമ്പോൾ മെല്ലെ പോയാൽ നമ്മൾ ആദ്യം ആലോചിക്കുക എന്താ? എൻ്റെ ഫോണിന് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? ഇത് ചിലപ്പോൾ ചെയ്തേക്കുന്ന ആനിമേറ്റേഴ്സ് എന്തായിരിക്കും? ബൈ മിസ്റ്റേക്ക് ഈ പ്രിൻസിപ്പിൾ നോക്കാതെ ചെയ്തായിരിക്കും. നമുക്ക് അപ്പോൾ ആൾക്ക് പെട്ടെന്ന് വേണ്ട സാധനമാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക, ഡയലോഗ് പെട്ടെന്ന് പോവുക. ആ വരുന്നതിനും പോകുന്നതിനും എന്ത് വേണം? ഈ പറഞ്ഞ ഈസ് ഇൻ മോഷനും വേണം. ഇങ്ങനെ വരാം, ലീനിയറായിട്ട് വരാൻ പറ്റുമോ? ഇല്ല. ഇതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഇനി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും 2-3 ആപ്ലിക്കേഷൻ എടുത്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അന്നേരം ആയിരിക്കും ഇത് റിലേറ്റ് ചെയ്യുന്നത്. ശരിയാണല്ലോ, ഇവിടെ ഈ മോഷൻ നടന്നല്ലോ, ഇവിടെ ഈസിന് നടന്നല്ലോ, ഇവിടെ ഈസ് ഔട്ട് സ്ട്രെച്ച് നടന്നല്ലോ. ഇങ്ങനെ ഒരുപാട് മോഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമിങ്ങിനാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ദുബായിൽ പോയിട്ട് ആഫ്രിക്കക്കാരന് കൈ കൊടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ ടൈമിങ് വ്യത്യാസമുണ്ട്. ആഫ്രിക്കക്കാരൻ നമ്മൾ വേഗം കൈ കൊടുത്ത്, മറ്റേ ആളെ നമ്മൾ എന്ത് ചെയ്യും? ആ പിടുത്തത്തിന് വരെ ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നതുപോലെ മോഷനും എന്താണ്? ടൈമിങ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റിസിപ്പേഷൻ. എന്താണ് ആൻറ്റിസിപ്പേഷൻ? ഒരു ബട്ടൺ നമ്മൾ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കാണിച്ചു തരും. ഹോവർ എഫക്റ്റ് എന്ന് പറയും. നമ്മൾ മുമ്പ് ടാപ്പ് ചെയ്യുന്നതിന് മുമ്പേ അതെന്താണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അത് ഓവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഫോളോ ത്രൂ. നമ്മളൊരു ഫോളോ ത്രൂ, നമ്മളൊരു കാർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കാർഡ് മാത്രം മൂവ് ചെയ്താൽ പോരെ, ഇതിൻ്റെ കൂടെയുള്ള ബാക്കി സാധനങ്ങളും കൂടി അതിനെ ഫോളോ ചെയ്യുന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാക്കണം. ഗ്രൂപ്പിംഗ്, നമ്മളൊരു സാധനം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ? ആ ഗ്രൂപ്പിൽ ഒന്ന് മാറ്റിയാൽ ഇത് മൊത്തം മാറുന്നില്ല. ലിസ്റ്റിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. പിന്നെ സ്റ്റേജിങ് എന്ന് പറയുന്നത് നമ്മളൊരു നാടകം കാണാൻ പോവാണെന്ന് വിചാരിക്കാം. സ്പോട്ട് ലൈറ്റ് ഉണ്ടാവും ചിലപ്പോഴൊക്കെ അല്ലേ? ആരെങ്കിലും തിയേറ്ററിൽ പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് നാടകം കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കുറവാന്ന് തോന്നുന്നു. ആ പോകുമ്പോൾ അവരെന്തെങ്കിലും ഇങ്ങനെയാണ് മാനേജ് ചെയ്യുക, ഇതിനെ ലൈറ്റ് വെച്ചിട്ടായിരിക്കും മാനേജ് ചെയ്യുക.
ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും. സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പോയവർ കണ്ടിട്ടുണ്ടാവും, ലൈറ്റ് വെച്ചിട്ട് അവർ മാനേജ് ചെയ്യാം. ഇവിടുന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് വരും, പെട്ടെന്ന് അടുത്ത ആൾ സംസാരിക്കുമ്പോൾ ഈ ലൈറ്റ് ഓഫായിട്ട് ആ ലൈറ്റ് ആയിരിക്കും ഓൺ ആവുന്നത്. ഇതിനെയാണ് സ്റ്റേജിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഡയലോഗ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലാക്ക് ഓവർലേ ഇട്ടിട്ട് ഇതിന് മാത്രം, ഡയലോഗിന് മാത്രം കാണിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേജിങ് എന്ന് പറയുന്നത്. ഡയലോഗ് സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ബാക്കിയുള്ളൊക്കെ എന്ത് ചെയ്യും, തൽക്കാലത്തേക്ക് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, ഇത് മാത്രം. അതും മോഷൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ ആർക്ക് നേരത്തെ പറഞ്ഞു, ബോൾ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോഷനുണ്ട്, നമുക്ക് അറിയുന്ന ഒരു മോഷനാണ് ഇങ്ങനെ പോകുന്ന സാധനം. ഇങ്ങനെ പോകുന്ന സാധനം നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ബോൾ പോകുമ്പോൾ ഇങ്ങനെ പോവാ, ബോൾ ഇല്ല, ആർക്കായിട്ട് പോവാ. പിന്നെ സെക്കൻഡറി ആക്ഷൻ, നമ്മൾ ഒരാളിപ്പോൾ ഇയാളെ ഞാൻ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ തിരിയുമ്പോൾ ഇയാളുടെ കൂടെ ചിലപ്പോൾ തട്ടോ മുടിയോ ഉണ്ടെങ്കിൽ അതും കൂടി ആ ഫസ്റ്റ് ആക്ഷന് കൊണ്ട് സെക്കൻഡ് ആക്ഷൻ ഒന്നും കൂടി കണക്ട് ചെയ്യാൻ. ഇൻസ്റ്റാഗ്രാം എല്ലാവരും ചെയ്യുന്നല്ലേ, നമ്മളൊരു ഫോട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ലൈക്ക് ബട്ടൺ റെഡ് ആയെന്ന് കൂടെ തന്നെ വലിയൊരു ഹാർട്ട് ബട്ടൺ കൂടി അവിടെ വരും. സെക്കൻഡറി ആക്ഷൻ. ഫസ്റ്റ് ആക്ഷൻ എന്തായിരുന്നു, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു. സെക്കൻഡ് ആക്ഷൻ എന്താണ്, അത് കുറച്ചും കൂടി നമ്മൾ ഒന്നും കൂടി പറഞ്ഞു തരണം നമുക്ക്. എന്തൊക്കെയാണ് ഈ ആനിമേഷൻ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ആനിമേഷനുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതെവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് നമുക്കറിയില്ലല്ലോ. അതെവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത്, ഒന്ന് നമ്മൾ യൂസറിൻ്റെ അറ്റൻഷൻ പെട്ടെന്ന് പിടിക്കേണ്ട ഒരു അവസരം വരും. യൂസറിൻ്റെ അറ്റൻഷൻ പെട്ടെന്ന് ഗ്രാബ് ചെയ്യേണ്ടി വരും. എങ്ങനെ ഗ്രാബ് ചെയ്യാം, ഈ ഒരു സ്ക്രീനിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ? പെട്ടെന്ന് അറ്റൻഷൻ അങ്ങോട്ടേക്ക് പോയോ? നിങ്ങൾ സ്കെയിലപ്പിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാം, നിങ്ങൾ അവിടെയും നിങ്ങൾ അറിയാതെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു രജിസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മളത് ഗ്രാബ് ചെയ്യുന്നു. നമ്മളവിടെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ ഡിറ്റക്ഷൻ അങ്ങോട്ട് പോകും, നമ്മൾ അത് ക്ലിക്ക് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ആ സ്ക്രീനിൽ വന്നിട്ട് രജിസ്റ്റർ ബട്ടൺ ആയിരിക്കും നോക്കുന്നുണ്ടാവുക, പക്ഷെ അതിന് മുമ്പേ രജിസ്റ്റർ ബട്ടൺ നമ്മളോട് പറയാം, നിങ്ങൾ ഇങ്ങോട്ടൊക്കെയല്ലേ നോക്കാൻ പോകുന്നത്, വന്നോളി. ഇതിനെ നമ്മൾ ഗ്രാബ് അറ്റൻഷൻ എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു യൂസറെ ഗൈഡ് ചെയ്യാന്നുള്ളത്. യൂസറെ നമ്മൾ ഗൈഡ് ചെയ്യും. എക്സാമ്പിൾ, സാംസങ് ഫോൺ യൂസ് ചെയ്യുന്നവർ കോള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോള് അറ്റൻഡ് ചെയ്യണോ ഡിസ്കണക്ട് ചെയ്യണോ എന്നുള്ളത് സിസ്റ്റം തന്നെ നമുക്ക് പറഞ്ഞു തരും. 2 ആക്ഷനാണ് അവിടെ ഉള്ളത്. ആ ആക്ഷനിലൂടെ പോയാൽ മാത്രമാണ് നിങ്ങൾക്കിത് കംപ്ലീറ്റ്. അത് പെട്ടെന്ന് തന്നെ ആ സിസ്റ്റം തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെ ഗൈഡ് ചെയ്യാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ പറയുന്ന സാധനങ്ങളെ നിങ്ങൾ ഡേ ടു ഡേയിൽ ഫോണിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഇത് കണ്ടതല്ലേ, നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കി ഈ മോഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. പിന്നെയോ നമ്മൾ നേരത്തെ പറഞ്ഞു, മാരത്തോണൊക്കെ ഓടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒരു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് കൺകലേഷൻ വന്നാൽ മതിയോ? പോരാ, നമുക്ക് കുറച്ചും കൂടി എൻജോയബിൾ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരണം. എന്നാലേ നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. പിന്നെയോ ഇത് നിങ്ങൾക്ക് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്നതാണ് എൻഗേജ് ചെയ്യാന്നുള്ളത്. എങ്ങനെ എൻഗേജ് ചെയ്യാം, ക്രോമിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് യൂസർ എന്ത് ചെയ്യും, ചാടിക്കും. വെറുതെ ഇരിക്കുകയാണ്, നെറ്റ് വന്നിട്ട് വേണം അടുത്ത പരിപാടി, പക്ഷേ യൂസറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ ഇരുത്താൻ പറ്റും, എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയാണ് ക്രോം ഗെയിം യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസറിനെ നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് ഇല്ല ആളങ്ങ് പോയാൽ നടക്കുമോ? ഇല്ല, വരുന്നവരെ അവൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നു. ടാപ്പ് ചെയ്തു എന്നിട്ട് ഇതാ ഡൗൺലോഡ് നടക്കുന്നുണ്ട് എന്നത് ആ ബട്ടണിൽ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരു സാധനം ലോഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് യൂസറിനോട് പറയാൻ പറ്റണം, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ നമ്മളൊരു ഒരു ഒരു സ്ലൈഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ലൈഡറിനകത്ത് നമ്മൾ സ്ലൈഡ് ചെയ്യാണ്, അപ്പോൾ അതിനനുസരിച്ച് കണ്ടന്റ് മാറണം, അതും നമുക്ക് സിസ്റ്റം തന്നെ പറഞ്ഞു തരണം ഈ രീതിക്ക്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഫോണിൽ നമ്മൾ എന്തായിരിക്കും, തമ്പ് വെച്ചിട്ട് ഇങ്ങനെ വേറെ രീതിയിലായിരിക്കും മോശം, ഒറ്റ ബട്ടൺ ആയിരിക്കില്ല. അപ്പോൾ ആ തമ്പിനനുസരിച്ചിട്ട് സാധനങ്ങൾ എന്ത് ചെയ്യണം, യൂസറിന് ഫീഡ്ബാക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീനിൽ തൊട്ടിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ യൂസർ ഇമോഷണലി ഹേർട്ട് ആവും. നമ്മൾ ആനിമേഷനൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് റിസർച്ച് നടത്തി ഈ മോഷൻ പ്രിൻസിപ്പിൾസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ, നിങ്ങൾ പുതിയ പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി അനിമേഷൻ ചെയ്തിട്ട് സ്ക്രീനിൽ ഇടാൻ പറ്റില്ല. ഈ അനിമേഷൻ ഇടുന്നതിന് നമ്മൾ മോഷൻ കൊറിയോഗ്രഫി എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഡയറക്ടർ ഒരു നാടകം ഡയറക്റ്റ് ചെയ്യാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കണം. ഏത് സമയത്ത് ആര് എപ്പോൾ സ്ക്രീനിൽ വരണം, വരുമ്പോൾ ഏത് മ്യൂസിക് എങ്ങനെ വരണം, ഈ രീതിയിലൊരു നാടക നടൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെയാണോ ഒരു തിയേറ്ററിനെ മാനേജ് ചെയ്യുന്നത്, ഈ രീതിയിൽ വേണം ടോട്ടലി നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ മോഷനെ അല്ലെങ്കിൽ ആനിമേഷനെ നമ്മൾ ക്യാരി ചെയ്യുന്നത്.
അവിടെ ഇവിടെയും വെച്ചിട്ട് നമുക്ക് കുറേ ആനിമേഷൻസ് കാണിക്കാൻ പറ്റില്ല. സോ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിനെ എക്സ്പാൻഡ് അടിച്ചപ്പോഴേക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റോങ് ആയിട്ട് സാധനങ്ങൾ ചാടിക്കയറി വരികയാണ്. അത് നമ്മുടെ ബ്രെയിനിന് അറിയില്ല ആ മോഷൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മോഷൻ എന്താണ്? കുറച്ചും കൂടി നമുക്ക് കൂളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എക്സ്പാൻഡ് ചെയ്യാൻ നേരത്ത് ആ ഡാറ്റ ലോഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആക്കി തരാം. പിന്നെ ഓർഡർ, ഹയറാർക്കി എന്ന് വെച്ചാൽ ആരാദ്യം വരണം, നാടകത്തിൽ ആരാദ്യം വരണം എന്നുള്ളത് ഓർഡർ ഉണ്ടാവില്ലേ? ഇതേപോലെ നമ്മുടെ കാർഡിനാണെങ്കിലും നമുക്ക് ഓർഡർ, മോഷൻ കൊറിയോഗ്രഫി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓർഡറും കൂടി തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ മുതലേ നമ്മളോട് പറയുന്നതാണ്, ഒരു സാധനം എടുത്താൽ എടുത്തെടുത്ത് വെക്കണം. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമ്മൾ ഇവിടുന്ന് എടുത്തതെങ്കിൽ നമുക്കറിയാം ഞാൻ അവിടെ ടാപ്പ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ വന്നത്. അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഇത് അവിടെ തന്നെ പോയി കിടക്കണം. ഈ സാധനവും എന്തിൻ്റെ ഭാഗമാണ്? മോഷൻ കൊറിയോഗ്രഫിയുടെ ഭാഗമാണ്. മോഷൻ കൊറിയോഗ്രഫിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോഡർ ബട്ടൺ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ ലോഡ് ചെയ്യുന്നതായിട്ട് അറിയാം. തിരിച്ചാണ് ലോഡ് ചെയ്യുന്നതെങ്കിലോ നമ്മളൊരു ലോഡർ പ്രതീക്ഷിക്കുകയാണ്. തിരിച്ച് ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ സ്ക്രീനിൽ കാണിക്കണമെന്ന് വിചാരിച്ചാൽ കാണിച്ചിട്ടില്ല. തിരിച്ച് വരുന്നത് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഫോണിൽ നിന്ന് എന്തോ പോകുന്ന പോലെ ആയിരുന്നു. ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒരാളത് ഡൗൺലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഒരാളുടെ സാധനം വാങ്ങല്ലേ. ആനിമേഷൻ ഇങ്ങനെയല്ല, തിരിച്ചാണെങ്കിലോ നമുക്ക് ഇവിടെ അയ്യോ എൻ്റെ നെറ്റെല്ലാം കൂടിയിട്ട് അവരെടുക്കുകയാണ്. ചെറിയൊരു മോഷൻ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരെ മൊത്തം കൺഫ്യൂസ് ചെയ്യാൻ പറ്റും. സോ മോഷൻ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ടൈമും ഒരു പൊസിഷനുമാണ് ഇതിനെ ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നത്. ഒരു ടൈമിൽ എ എന്ന് പറയുന്ന ഒരു ഷേപ്പ് എ എന്ന് പറഞ്ഞ ബി ഉള്ളതാണ് ബേസിക്കലി മോഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരു മാറ്റം. പക്ഷെ ഇതിന് കൂടെ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? വെറുതെ ഒരു മാറ്റം ആവരുത്. ആ മാറ്റം എന്ന് പറയുന്നത് ഇമോട്ടീവ് ആയിരിക്കും. കണക്ട് ആവുന്നുണ്ടോ? ഇത് ഇമോട്ടീവ് അല്ലെങ്കിലോ ഇത് മെക്കാനിക്കൽ മോഷൻ ആയിരിക്കും. അപ്പം നമ്മൾ മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടി പഠിച്ചു. ആനിമേഷൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്ത്? കുറച്ചും കൂടി ഇമോട്ടീവ് ആയിട്ടുള്ള മോഷനാണ്. എന്നാലേ നമുക്ക് എന്ത് പറ്റും? ആൾക്കാർ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്ക് ആൾക്കാരെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആപ്ലിക്കേഷന് ഫീൽ ഉണ്ടോ? ഇല്ല. എക്സ്പീരിയൻസ് റിഫ്ലക്റ്റീവ് ആവോ? വീണ്ടും അയാൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി വരുമോ? റിഫ്ലക്റ്റീവ് ആവണ്ടേ? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ടൂൾസ് ടെക്നിക്സ് ഒക്കെ പഠിച്ചു വെക്കണം. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, ആനിമേഷൻ്റെ ഇതാണ് ആസ് എ സാംസങ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ SVG കാറ്ററോ അല്ലെങ്കിൽ ആനിമേഷനോ 100 ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. ബ്ലെൻഡർ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ അതിൽ യൂസ് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന മെയിൻ ലീഡിങ് സോഫ്റ്റ്വെയറെ കുറിച്ച് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആനിമേഷൻ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ SVG മോഷൻ ഡിസൈനിൽ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇഷ്ടംപോലെ ഈസി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫിഗ്മ, AUX, ആഫ്റ്റർ എഫക്റ്റ് ആണ് കുറച്ച് കാലമായിട്ട് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ഫീൽഡിൽ. പക്ഷേ ഇതല്ലാതെ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ് കാര്യം, നിങ്ങൾ വിചാരിക്കും ഞാൻ അതിലാണല്ലോ ചെയ്യാറ്, അത് ഇതിലില്ലെന്ന് വിചാരിക്കരുത്. ബോഡി മൂവിന് SVG ആനിമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻസ്പെക്ടർ സ്പേസ് ടൈം, ഇതൊക്കെ നമ്മൾ ഡെവലപ്പറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് ഡെവലപ്പറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻസ്പെക്ടർ സ്പേസ് ടൈം. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേ? നമ്മളൊരു ആനിമേഷൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കാറ്റർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം അവരുടെ ഇമോഷണലി നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആനിമേഷൻ തുടങ്ങുമ്പോൾ ആ ടീമുമായിട്ട് ഇരുന്നിട്ട് ആദ്യമേ സ്റ്റാർട്ട് അനിമേഷൻ ഡിസ്കഷൻ ഏർലി. ഇല്ലെങ്കിൽ അതിൽ കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഞങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിനെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കാരണം എന്താ? അവിടെ ഒരു ആനിമേഷൻ വെറുതെ ഇട്ടത് കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിസ്കഷൻ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എന്ത് വേണം? എവിടെയൊക്കെയാണ് ഇൻട്രാക്ഷൻ ഡിസൈന് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ? ഞാൻ നേരത്തെ പറഞ്ഞ വാലറ്റ് ബട്ടൺ ആലോചിക്കുക. ആ ബട്ടൺ അപ്പോഴേ അതിൻ്റെ യൂസ് വന്നത്, അപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടുള്ളൂ. എവിടെയാണോ ആവശ്യം അന്നേരം യൂസ് ചെയ്യുക. ബ്ലാങ്ക് സ്ക്രീനിൽ കാര്യമില്ല. കാരണം എന്താ? നമ്മളൊരു ബ്ലാങ്ക് സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ യൂസർ ഡിസപ്പോയിൻ്റ് ആവും. പകരം എന്ത് ചെയ്യണം? ലോഡിങ് ആണെങ്കിൽ പോലും നമ്മളവിടെ എന്തെങ്കിലും ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് അവിടെ കൊടുക്കാൻ നമുക്ക് പറ്റണം. പിന്നെയോ, നമ്മളടുത്ത് കണ്ടന്റ് ഉണ്ട്, ഡാറ്റ ഉണ്ട് നമുക്ക്. പക്ഷേ ആനിമേഷൻ അറിയാം. നമ്മളൊരു ആനിമേഷൻ കഴിഞ്ഞിട്ടാണോ ഡാറ്റ കാണിക്കാം? ഇല്ല. കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആനിമേറ്റർ ആവേണ്ട ആവശ്യമില്ല, മോഷൻ ഡിസൈനിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഷോ ദ കണ്ടന്റ്, അതിനാണ് പ്രയോറിറ്റി. പിന്നെ നമ്മൾ എപ്പോഴും യൂസറെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. യൂസറെ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂസർ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല, കുറച്ച് നേരം പോയി ആപ്ലിക്കേഷന് പോയാൽ പറ്റുമോ? ഇല്ല. നമ്മളടുത്ത് ഡാറ്റ ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ യൂസറെ വേറെ ഏതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും ആനിമേഷനോ മോഷനോ കാണിച്ച് ഡിസ്ട്രാക്ട് ചെയ്യണം. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടാവണം. നമ്മൾ പറയില്ല, നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടാവണം. ഈ ആനിമേഷൻ നമ്മൾ മോഷൻ ഡിസൈൻ ചെയ്യുമ്പോഴും അതിനും എന്ത് വേണം? ഒരു പർപ്പസ്ഫുൾ ആയിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മോഷൻ കൊറിയോഗ്രഫി ആലോചിക്കുക.
ഇതെല്ലാം കൂടി ഞാൻ കുറേ ആനിമേഷൻ പഠിച്ചു എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഇടാൻ പറ്റുമോ? ഇല്ല. ഇതിനൊക്കെ ഒരു നാടക സംവിധായകൻ്റെ മികവും കഴിവും അവിടെ കാണിക്കാൻ പറ്റും. സോ നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നേരത്ത് പെറിഫറൽ വിഷനെ കുറിച്ച് പറഞ്ഞു. ഓർമ്മയുണ്ടോ പെറിഫറൽ വിഷൻ? പെറിഫറൽ വിഷൻ ഓർമ്മയുണ്ടോ? മറന്നോ എല്ലാവരും? പെറിഫറൽ വിഷൻ മറന്നുപോയോ? ഇനി പെറിഫറൽ വിഷൻ എന്ന് പറയുന്നത് സയൻസും ബയോളജിയും ഒന്നും അല്ലാതെ നമുക്ക് ചുറ്റുമുള്ളതിനെ നമ്മൾ കുറച്ചും കൂടി വൈഡ് ലെൻസ് വെച്ചിട്ട് കാണുക എന്ന് പറയും. കുറച്ചും കൂടി വൈഡ് ലെൻസ് വെച്ചിട്ട് നമ്മൾ ചുറ്റുമുള്ളതിനെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ഡേ ടു ഡേ വർക്കിലാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ. കാര്യം എന്താ, നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കണം, ഞാൻ വിചാരിച്ചതാണ് ശരി എന്നുള്ളത് ആര് പറഞ്ഞു? ഇതിന് വേറെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ലേ? കൂടെയോ ഞാൻ ഈ ചിന്തിക്കുന്നത് ഗൂഗിളിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് ചിന്തിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ചിന്തിക്കേണ്ടി വരിക? അല്ലെങ്കിൽ ആപ്പിൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? ടെസ്ല എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവില്ല? ഈ രീതിയിൽ നിങ്ങൾ പെറിഫറലി എന്ത് വേണം, എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് വൈഡ് ലെൻസിലൂടെ ആയിരിക്കണം. സോ താങ്ക് യു. ഹായ്. ഇപ്പോൾ ഇതിലുള്ള എ ഐയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ടൂൾസ് ലൈക്ക് Galileo.ai അങ്ങനെ ഒരു വരുൺ മായ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ UI/UXൻ്റെ ഈ ജോബ്സ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കണ്ടത്. അപ്പോൾ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്, പിന്നെ നമുക്കതിൽ കുറച്ചും കൂടി AI ടൂൾസ് ഇനി ഇതിൽ നമുക്ക് ഡിസൈനേഴ്സിന് പേഴ്സണലി യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും വേറെ ടൂൾസ് പറയാനുണ്ടോ? ഓക്കെ. എവിടെയും AI കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താ? ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ? ഇമോഷനാണ്. AIക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്ക് തരാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു കഴിവ് ഇമോഷനാണ്. അതും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഡിസൈനർ നമ്മളുടെ എല്ലാവരുടെയും പണി പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇമോഷനെയും കൂടി AIക്ക് ക്യാറ്റർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മലയാളിക്കുള്ള ഒരു ഇമോഷൻ AIക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ മോഷനെ കുറിച്ച് ആലോചിക്കാം. മെക്കാനിക്കലാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം നമ്മളൊരു ചോദ്യം ഗൂഗിളിനോട് ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും? ഒരു 10 വെബ്സൈറ്റ് ഡാറ്റ നമുക്ക് തരും. നമ്മൾ ആ ഡാറ്റയെ നമ്മളാണ് അനലൈസ് ചെയ്യുന്നത്, നമ്മളാണ് ഉത്തരം കണ്ടെത്തുന്നത്. ഇപ്പം AI എന്താ ചെയ്യുന്നത്? നമുക്കൊരു ഉത്തരം തരും, നമ്മൾ ആ ഉത്തരത്തിൽ പിടിച്ചിരിക്കും. നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ സ്റ്റഡി ഉണ്ടോ? ഇല്ല. നമുക്കത് ഇമോഷണലി നമ്മൾ ആൻസർ കണ്ടെത്തിയോ? ഇല്ല. AI നമുക്കൊരു ഒരു ആൻസർ തന്നു, നമ്മൾ അതിൽ നിന്നു. എന്നതുപോലെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ആനിമേഷൻസിലാണെങ്കിലും AI വരില്ല എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആനിമേഷൻസിൽ AI വരും. പക്ഷേ എത്രത്തോളം ഇത് ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അത് നമുക്ക് ഇപ്പോഴാണെങ്കിലും ഇനി കുറേ കാലത്തേക്കാണെങ്കിലും ആസ് എ മോഷൻ ഡിസൈനേഴ്സ് നമുക്ക് അവിടെ ഒരു റൂം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാര്യം ആൾക്കാരുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ AIക്ക് പറ്റില്ല എന്നുള്ളതാണ് തൽക്കാലത്തേക്കെങ്കിലും വിശ്വാസം. അതിൻ്റെ റിസർച്ചാണ് ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇമോഷണലി AIക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി AI ടൂളുണ്ട്, നമ്മൾ ആനിമേഷൻ കൊടുക്കുക. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? എനിക്ക് ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്, ഇതിനെന്താണ് സൊല്യൂഷൻ, അവർ AI തരുമായിരിക്കും. പക്ഷെ നമ്മൾ ഇമോഷണലി നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല. കാര്യം എന്താ? നമ്മൾ അവരുടെ ഓരോ നീഡിനനുസരിച്ചിട്ട് അവരുടെ ഇമോഷനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ക്യാറ്റർ ചെയ്യാൻ നോക്കുന്നത്. പിന്നെയോ അത് ക്യാറ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ മോഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് പഠിക്കും ഇല്ലെന്നല്ല, പക്ഷെ അതുവരെയും ആസ് എ ഡിസൈനർ നമുക്ക് അവിടെ സ്കോപ്പ് തന്നെയാണ്. കാരണം എന്താണ്, ഇനി AI ഉണ്ടെങ്കിൽ പോലും AIക്ക് ഇമോഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി ചിലപ്പോൾ നമ്മളതായിരിക്കും. ആസ് എ ഡിസൈനർ നമ്മുടേതായിരിക്കും. അപ്പോൾ നമ്മൾ എംപത്തൈസ്ഡ് ആവുമെന്ന് വെച്ചാൽ ഒരാളുടെ നീഡ് ഉണ്ടാവും, ഒരു യൂസറിൻ്റെ നീഡ് ഉണ്ടാവും. അത് ചിലപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമില്ല. നിങ്ങൾ ഇവിടെ വരുമ്പോഴായാലും ചിലപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒരു ഹോട്ടലിലാണ് നിങ്ങൾ നാളെ ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ആസ് എ UI/UX ഡിസൈനർ അല്ലെങ്കിൽ ആസ് എ ഡിസൈനർ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടാവും. എന്ത് പ്രോബ്ലം ആയിരിക്കും? ചിലപ്പോൾ അയാൾ വരുന്നത്, നമ്മളെ ബില്ലിൽ സംസാരിക്കുന്നത്, റിസപ്ഷനിൽ സംസാരിക്കുന്നത്, നമുക്ക് ഫുഡ് കൊണ്ടുതരുന്നത്, ഫുഡിൻ്റെ പ്ലേറ്റ്, ഇങ്ങനെ എന്തൊക്കെ അയാൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ എക്സ്പീരിയൻസ് ഒക്കെ ആസ് എ ഡിസൈനർ നമ്മൾ പെരിഫറൽ വിഷനിൽ നോക്കി കാണേണ്ട സാധനമാണ്. കാരണം അയാൾ വരുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. അയാൾ ചെയറിലിരിക്കുമ്പോൾ ചെയറിന് പോലും ആസ് എ ഡിസൈനർ അവർ തീരുമാനിക്കും. ഹോട്ടലിൽ ഇരിക്കുന്ന ചെയറല്ല ഒരു ജ്വല്ലറി പോയാലുണ്ടാവുക. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹോട്ടലിൽ ഇരിക്കുന്നവർ ചിലപ്പോൾ വെറുതെ പറയാറുണ്ട്, ആ ചെയറൊന്നും നമുക്ക് കുറേ നേരം ഇരിക്കാൻ തോന്നില്ല, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വേഗം എണീച്ച് പോകാൻ. അതായത് ഒരു കസേരയ്ക്ക് പോലും ആസ് എ ഡിസൈനർ ഡിസൈൻ ചെയ്യാനുണ്ടാവും. കാരണം അവിടെ നീഡെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരിക്കും, സോഫയിലിരിക്കുന്ന പോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ കഫേ കോഫി ഡേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ചെയർ ഡിഫറെൻ്റ് ആണ്, നമ്മൾ കുഷ്യനിലാക്കി നമ്മൾ അവിടെ ഇരുത്താണ്. കാരണം അവർക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണ്ട എന്നുള്ളതാണ്. അവിടെ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ മാറ്റമുണ്ട്. അപ്പോൾ ആ UX ഡിസൈനർ നമ്മൾ യൂസറിനെ എംപതൈസ് ചെയ്തുകൊണ്ടിരിക്കുക,
യൂസറിൻ്റെ നീഡ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മൊബൈലാണ്, നാളെ VR ആണ്, അതിനപ്പുറത്ത് AI വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാണ്ടാവും. പക്ഷെ നിങ്ങൾ കാറ്റർ ചെയ്യാൻ പോകുന്നത് എന്താണ്? അവരുടെ എമ്പതി, അവർക്ക് ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഡിസൈനർ ആവുന്നതെന്ന് മുറക്ക് തന്നെ നിങ്ങൾ പ്രോബ്ലം ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ഡിസൈനിലൂടെ പിന്നെ മൊബൈലിലാണോ സോൾവ് ചെയ്യുന്നത് അതോ എക്സ്പീരിയൻസ് ആണോ സോൾവ് ചെയ്യുന്നുള്ളത് നാളത്തെ കാര്യം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസറുമായിട്ട് എല്ലായിടത്തും എമ്പതൈസ്ഡ് ആവാൻ നോക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയായിരുന്നു. കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് പൂട്ടിയാൽ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാവുമോ? ഇല്ല. നമ്മൾ പകരം എന്ത് ചെയ്യും, ആ കണ്ണ് കാണാത്തവരുടെ കൂടെ കുറച്ചു കാലം നടന്ന് സംസാരിച്ച് റിസർച്ച് നടത്തി അവരുടെ ഇൻപുട്ട് നമ്മളെടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ഓൺ ദ വേ പഠിച്ചു പോകുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ അവരുടെ എമ്പതൈസ് ആവുക, എന്തൊക്കെയാണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്, ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ആൾക്കാരും ഒരു യൂസറാണ്, അയാൾ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ അതിനെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ എനിക്ക് അത് ചിലപ്പോൾ മൊബൈലിലെ ഡിജിറ്റൽ സ്ക്രീൻ വിടുക. എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഇമോഷണലി കണക്റ്റഡ് ആണ്. ഈ 2 പോയിന്റ് ആലോചിച്ചാൽ ഇന്ററാക്ഷൻ ബേസ്ഡ് അല്ലാത്ത ആനിമേഷൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഇതിനൊക്കെ ലൈക്ക് ജസ്റ്റ് ക്യൂരിയസ് ടു നോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ സ്കെയിൽ അപ്പിന്റെ ലാർജ് സ്ക്രീനിലൊക്കെ ഇങ്ങനെ ആനിമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയാൻ ശ്രമിച്ചത്. മോഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആവണമെന്നില്ല, അല്ലേ? മോഷൻ ഡിസൈൻ ആനിമേറ്റർ ചെയ്യുന്നത് ഇന്ററാക്ഷൻ ആണോ? നമ്മളൊരു കാർട്ടൂൺ കാണുകയാണ്, അത് മോഷൻ ഡിസൈനിന്റെ ഭാഗമാണ്. അതിൽ നമ്മൾ ഇന്ററാക്ഷൻ ഉണ്ടോ? ഇല്ല. അതേസമയം അത് ഇന്ററാക്റ്റീവ് ആക്കാം. അതാണ് നേരത്തെ പറഞ്ഞ ഇമേഴ്സീവ് ഇന്ററാക്ഷൻ എന്നുള്ളത്. ഇനി ഇന്ററാക്റ്റീവ് ഒന്നും അല്ല, നിങ്ങൾ വെറുതെ കാണുമ്പോൾ അത് മോഷൻ ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക് ഡിസൈനിന്റെ മോഷൻ ഗ്രാഫിക്സ് ആണ്. അഡ്വർടൈസ്മെന്റ് ഇതൊക്കെ എന്താണ്? അത് മോഷൻ ഗ്രാഫിക്സ് ആണ്. എല്ലാ ആനിമേഷൻ ഇന്ററാക്ഷൻ, ഇനി മൊബൈലിൽ തന്നെ എല്ലാ ആനിമേഷൻ ഇന്ററാക്റ്റീവ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് മൈക്രോ ഇന്ററാക്ഷനും മൈക്രോ ആനിമേഷൻ ഞാൻ 2 ആയിട്ട് തന്നെ മോഷൻ ഡിസൈനെ ഡിഫൈൻ ചെയ്തത്. ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാതെ ആനിമേഷൻ ഉണ്ടാകാം, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആനിമേഷൻ ഉണ്ടാവാം.